എന്താണ് മക്കളെ ഒരു ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ജീൻ? കേട്ടിട്ടുണ്ടോ? ഹായ് എവരിവൺ, ഐ എം ശില്പ. ഞങ്ങൾ ഉസ്ബെക്കിസ്ഥാനിലെത്തിയിട്ട് 3-ാമത്തെ ദിവസമായിട്ടുണ്ട്. ഈ ഡേ 3 ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നത് ബുഹാറ യൂണിവേഴ്സിറ്റിയിലാണ്. എന്റെ പിന്നിൽ കാണുന്നതാണ് യൂണിവേഴ്സിറ്റി. ഇതിൽ നമുക്ക് മെയിൻലി സെക്കൻഡ് ഇയർ വരേക്കുള്ള എല്ലാ ക്ലാസ്സസും ഈ ഒരു ബിൽഡിംഗിൽ തന്നെയാണ് നടക്കുന്നത്. ദെൻ നല്ലൊരു സിറ്റിയാണ്, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ചുറ്റും ആപ്പിളിന്റെ തോട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നൊരു ബ്യൂട്ടിഫുൾ സിറ്റി. ഞാൻ ഉസ്ബെക്കിസ്ഥാൻ വിസിറ്റ് ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ബുഹാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആണ്. ഇത് ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ ന്യൂ ക്യാമ്പസിലാണ്. അപ്പോൾ നോക്കിയാൽ തന്നെ അറിയാം, വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അതുപോലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിനും യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് പോകേണ്ട ഒരു കാര്യം വരുന്നില്ല. ഇപ്പോൾ ഓൾറെഡി സിമുലേഷൻ സെന്റർ നമ്മൾ കണ്ടതാണ്. അതിന്റെ പുറമെ ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഹോസ്പിറ്റൽസ് വരുന്നുണ്ട്. ഒരു 6 നില ബിൽഡിംഗ് ആണ് ഇവിടെ ഹോസ്പിറ്റൽസ്. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റൽസ്, ഒരു 1600ഓളം സ്റ്റുഡൻസിന് അറ്റ് എ ടൈം നിൽക്കാൻ പറ്റുന്ന ഒരു ഹോസ്റ്റലാണെങ്കിലും വളരെ നീറ്റാണ്. എല്ലാ സർവീസസും ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ സ്പോർട്സ്, ജിമ്മ് പോലുള്ള അതർ ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് സ്റ്റുഡൻസിന്. അതിൻ്റെ ഒരു ഏരിയ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ റിസർച്ച് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. കുറച്ചുകൂടി അങ്ങോട്ട് നീങ്ങിയിട്ട് ഒരു 2 ബിൽഡിംഗ് വരാൻ പോകുന്നുണ്ട്. അവരുടെ ന്യൂ ബിൽഡിംഗ് ആണ്. സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ കേരള ഫുഡ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. എന്തായാലും ഞങ്ങളത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നുണ്ട്, നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെയാണോ എന്നുള്ളത്. ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റി കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, മറ്റുള്ള രാജ്യങ്ങളിൽ നമ്മൾ പോയി ഇപ്പോൾ ഒരു ക്ലാസ് റൂം ഇവിടെ, അതുപോലെ ഹോസ്പിറ്റൽ അവിടെ, അങ്ങനെയല്ല. എല്ലാം തന്നെ ഒരു റെസിഡൻഷ്യൽ ഏരിയ പോലെയാണ് ഇവിടെ. എല്ലാം തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ തന്നെയാണ്. സ്റ്റുഡൻസിന് എങ്ങോട്ടും പുറത്ത് പോകണ്ട. അതുകൊണ്ട് തന്നെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ബുഹാറ. ഇത് ബുഹാറ യൂണിവേഴ്സിറ്റിയുടെ സിമുലേഷൻ സെന്റർ ആണ്. ഇവിടുത്തെ ഹെഡായിട്ടുള്ള അലീഷർ സാർ നമുക്ക് സ്റ്റുഡൻസിന് ഇവിടെ എങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചു തരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഉള്ളിൽ കയറി നോക്കാം. ഇത് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലാണ്. ഒരു 1200ഓളം സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതുപോലെ ഫേസ് സ്കാനർ ഒക്കെ ഉണ്ട്. ഫേസ് സ്കാൻ ചെയ്തിട്ട് മാത്രമാണ് ഒരു സ്റ്റുഡൻറ്റിന് ഉള്ളിലിട്ട് എൻട്രി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സേഫ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൻ്റെ ഉള്ളിലോട്ടൊന്ന് പോയി നോക്കാം. യൂണിവേഴ്സിറ്റിയോട് ചേർന്ന് തന്നെ കേരള മെസ്സ് അവൈലബിൾ ആണ്. മലയാളീസ് തന്നെ നടത്തുന്നൊരു മെസ്സാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, വൈറ്റ് റൈസ്, അതുപോലെ തന്നെ ചെറുപയർ കറി, ചിക്കൻ, പപ്പടം, അച്ചാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നമുക്കിത് കഴിച്ചു നോക്കാം. നമ്മളിപ്പോൾ പുറത്തൊരു കൺട്രിയിൽ വരുമ്പോൾ ഇപ്പോൾ മനസ്സിലായൊരു കാര്യം, ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഫുഡാണ്. ഇവിടുത്തെ സ്റ്റുഡൻസിന്, അതായത് ബുഹാറയിലുള്ള സ്റ്റുഡൻസിന് കേരള മെസ്സ് അവൈലബിൾ ആണ്. കേരള ഫുഡ് മാത്രമല്ല, ഇന്ത്യൻ ഫുഡ്സും അവൈലബിൾ ആണ്. ഏറ്റവും നല്ല സന്തോഷമായി ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇനിയാണ് നമ്മൾ എന്ത് പറയാ, ജീൻസ് എന്ന് പറയണത്. ഇത്രയും ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ബയോടെക്നോളജിയിൽ ഈ ജീനും അതായത് ജീൻ ക്ലോണിങ്ങും അതുപോലെ തന്നെ എന്താണ് റീകോമ്പിനേഷൻ DNA ടെക്നോളജിയൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. മെയിൻ ആയിട്ട് നിങ്ങൾക്ക് വലിയ വലിയ ഹൈ സെഷനിലേക്ക് പോകാനില്ലെങ്കിലും ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റീകോമ്പിനേഷൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ DNA കട്ട് ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് മിസ് ഇത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പൊ നമുക്ക് വാട്ട് ഈസ് ബയോടെക്നോളജി, എന്താണ് ബയോടെക്നോളജി നോക്കാം അല്ലെ. ഓക്കെ. എന്താണ് ബയോടെക്നോളജി?
ഇതിൽ നോക്കി വായിക്കണ്ട. അതായത് മക്കളെ, ഇതൊരു ടെക്നിക്കാണ് അല്ലെ, ഇതൊരു ടെക്നിക്കാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ലിവിങ് ഓർഗാനിസംസും അതുപോലെ തന്നെ നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിൽ നിന്നുള്ള ഉപയോഗിക്കുന്ന എൻസൈംസ് ഒക്കെ ഉപയോഗിച്ച് പ്രൊഡക്ട്സ് ഉണ്ടാക്കുക. അതാ ഈ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ നിങ്ങള്? ഈ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് ഓരോരോ ടെക്നിക്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഹ്യൂമൻസിന് കുറച്ചും കൂടിയും കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു ടെക്നോളജിയാണ് എന്ത്? ബയോടെക്നോളജി. ബയോടെക്നോളജി ഈസ് ദി പ്രോസസ് techniques biotechnology is the techniques of using living organisms or their enzymes for the products and process useful to humans അല്ലെ. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്താണ്? BT കോട്ടൺ അല്ലെങ്കിൽ BT വഴുതനങ്ങ, ബ്രിഞ്ചാൾ ഇല്ലേ? പിന്നെന്താണ്? ഇൻസുലിൻ കേട്ടിട്ടില്ലേ? പിന്നെന്താ? ജനിതകമാറ്റം വരുത്തിയ മേഴ്സി പറഞ്ഞിട്ടുള്ള ഒരു കൗക്ക് കേട്ടിട്ടില്ലേ? ഇത് കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ +2 പഠിച്ചിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. മേഴ്സി കൗ ഉണ്ട്, ടെസ്റ്റ് ട്യൂബ് ബേബി. ഈ പറയുന്ന എല്ലാ ശൃംഖലകളിലേക്കും ഇതിപ്പോ എന്താ? അഗ്രികൾച്ചർ. ഇതെന്താ? ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ എന്താ? മെഡിസിൻ. അതുപോലെ തന്നെ മേഴ്സി കൗ എന്ന് പറയുമ്പോ നമ്മുടെ എന്തായിരുന്നു? മിൽക്ക് പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലേ? പിന്നെ ടെസ്റ്റ് ട്യൂബ് ശിശു എന്ന് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യ മേഖല, അതായത് ഹെൽത്ത് മേഖലയുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ഇത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എല്ലാ മേഖലകളിലേക്കും ഈ പറയുന്ന ബയോടെക്നോളജിയുടെ അപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ട് അതിന്റെ ഭാഗമായിട്ട് വികസിപ്പിച്ചെടുത്ത ടെക്നിക്സ് ആണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. അതൊരു ടെക്നിക്കാണ്. എന്തിനു വേണ്ടിയിട്ട്? ഹ്യൂമൻ കൈൻഡ്സിന് ഓർഗാനിസിനെ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഹ്യൂമൻസിനെ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ എന്താണ്? ഇൻസുലിൻ അല്ല, നമ്മുടെ ബാക്ടീരിയാസ് ഇല്ലേ? ഈക്കോളായി കേട്ടിട്ടില്ലേ? ഈക്കോളായി ബാക്ടീരിയ ആണ് എല്ലാവരുടെയും ഫേവറേറ്റ് ബാക്ടീരിയ, പണ്ടത്തെ സയന്റിസ്റ്റിന്റെ ഒക്കെ. അപ്പൊ ബാക്ടീരിയാസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ മേഴ്സി കൗ അവരുടെ ജനിതക മാറ്റം വരുത്തി, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ലിവിങ് ഓർഗാനിസംസും അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിൽ നിന്ന് ഉപയോഗിക്കുന്ന എൻസൈംസും ഉപയോഗിച്ച് നമ്മുടെ ഹ്യൂമൻസിന് വേണ്ടിയിട്ട് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ടെക്നോളജിയാണ് എന്ത്? ബയോടെക്നോളജി. ഫാദർ ഓഫ് ബയോടെക്നോളജി എന്ന് പറയുന്നത് പോൾ ബർഗ് ആണ് എന്ത്? ഫാദർ ഓഫ് ബയോടെക്നോളജി എന്ന് അറിയപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യണം. ഓക്കെ ക്ലിയർ ആയോ? ബയോടെക്നോളജി എന്താന്ന് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, നമുക്ക് നോക്കാം. യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി അവരൊരു ഡെഫിനിഷൻ ഇതിന് വേറെ കൊടുത്തിട്ടുണ്ട്. അവരെന്താ പറഞ്ഞേക്കുന്നത്? ബയോടെക്നോളജി ഈസ് ദി ഇന്റഗ്രേഷൻ ഓഫ് നാച്ചുറൽ സയൻസ് ആൻഡ് ഓർഗാനിസംസ്, സെൽ പാർട്സ് thereof ആൻഡ് മോളിക്കുലർ അനലോഗ് ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്. ഇതെല്ലാം നമ്മൾ പറഞ്ഞ തന്നെ, അവര് പറഞ്ഞ എന്താ? കോമൺ ആയിട്ട് പോൾബർഗ് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞൊരു ഇതെന്തായിരുന്നു? നമ്മൾ ഈ പറയുന്ന ലിവിങ് ഓർഗാനിസത്തിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ലിവിങ് ഓർഗാനിസിന് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതിലെന്താണ്? ഇന്റഗ്രേഷൻ ആണ്. നാച്ചുറൽ സയൻസിന്റെയും ഓർഗാനിസം അതുപോലെ തന്നെ അതിന്റെ സെൽസ് അതെല്ലാം കൂടിയിട്ടുള്ള ഇന്റഗ്രേഷൻ ആണ് എന്തെന്ന് പറയണത്? ബയോടെക്നോളജി എന്ന് പറയുന്നത്. യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി, EFB. ഇതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ നീറ്റ് ആസ്പിറൻസ് ആയതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. നമുക്ക് +2 ലെവലിലും നമുക്ക് ഇതൊന്നും ചോദിക്കില്ല. അതുപോലെ തന്നെ അവരുടെ ഡെഫിനിഷനും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഓക്കെ. നമുക്ക് എന്താണ് ബയോടെക്നോളജിയുടെ കോർ ടെക്നിക്സ് നമുക്ക് നോക്കാം. 2 തരത്തിലുള്ള പ്രോസസ് ടെക്നോളജിയാണ് നമുക്ക് ഇതിലുള്ളത്. എന്തൊക്കെയാണ് അത്? ജെനറ്റിക് എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ എന്താണ്? ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്. 2 ടെക്നിക്സ് ആണ് കേട്ടോ. ബയോടെക്നോളജിയിൽ വരുന്ന 2 ടെക്നിക്സ് ആണ് മക്കളെ. എന്തൊക്കെ? ജെനറ്റിക് എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ ബയോ പ്രോസസ് എഞ്ചിനീയറിംഗും. ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിന്റെ ഉള്ളില് നമ്മൾ ജെനറ്റിക് മെറ്റീരിയൽ, നമ്മൾ പറയുന്ന DNA-നെയോ RNA-നെയോ കെമിക്കലി ആൾട്ടർനേഷൻ വരുത്താണ് അല്ലെ?
ജീൻ റീകോമ്പിനേഷൻ ചെയ്യാണ്. എന്താ റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡിസൈഡ് ആയിട്ടുള്ള ഒരു DNA നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ കണ്ടുപിടിച്ചു. അതിനുശേഷം അതിലേക്ക് എന്ത് ചെയ്യും, നമുക്ക് മാറ്റം വരുത്തേണ്ട ആ ഒരു DNA സ്ട്രാൻഡിനെ ഇൻസേർട്ട് ചെയ്ത് അതിന് നമ്മൾ എന്ത് ചെയ്യും, പുതിയ ഒരു DNA ആയിട്ട് മാറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ടെക്നിക്സ് ആണ് ഇവർ നടത്തുന്നത്. ജെനറ്റിക് മെറ്റീരിയൽസിനെ നമ്മൾ എന്ത് ചെയ്യും, ഓൾട്രേഷൻ ചെയ്ത് അതുപോലെ തന്നെ എന്ത് ചെയ്യും, ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് നമ്മൾ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം അതിന്റെ ഫീനോടൈപ്പിനെ എന്ത് ചെയ്യും, മാറ്റം വരുത്തും. എന്താണ് മക്കളെ ഫീനോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അറിയോ ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ് കേട്ടിട്ടുണ്ടോ +2 എവിടെയെങ്കിലും? What is mean by phenotype and genotype? ജെനറ്റിക്കൽ ആയിട്ടുള്ള ജെനറ്റിക്കൽ റേഷ്യോയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻവിസിബിൾ. നമ്മുടെ സെല്ലിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് എന്ത്, ജീനോടൈപ്പ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഫീനോടൈപ്പ്? ദാറ്റ് ക്യാൻ ബി ഒബ്സർവ്ഡ് ബൈ ഫിസിക്കലി. ഇപ്പൊ നമ്മുടെ ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പൊ എന്റെ ഹൈറ്റ് അല്ലെങ്കിൽ എന്റെ കളറ്, എന്റെ മുടിയുടെ സ്ട്രക്ചർ, അതെല്ലാം എന്തായിരിക്കും, എന്റെ ഫീനോടൈപ്പ് ആണ് അല്ലേ? ഇപ്പോ ഈ ഒരു നൗഡേയ്സ് നമുക്ക് അറിയാം എല്ലാത്തിലും ഇങ്ങനെ കണ്ടുപിടുത്തങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു പശുവിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൃഗത്തിന്റെ ഫീനോടൈപ്പിലൊക്കെ നമുക്ക് ചേഞ്ച് വരുത്താനും അവരുടെ ഇപ്പൊ നമുക്ക് മുടിയില്ലാത്തവർക്ക് മുടി വളരാനുള്ള ടെക്നോളജീസ് ഉണ്ട്, അല്ലെങ്കിൽ കണ്ണിന്റെ കളർ മാറ്റാം. അപ്പൊ പലതരത്തിലുള്ള ഇതുപോലെ ടെക്നോളജീസ് ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കൂടി നടത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, ആ ഒരു ടെക്നോളജിയാണ് എന്ത്, ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേറെ ഒന്നല്ല, ജീൻസിൽ ഓൾട്രേഷൻ, ജീൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ DNA ജീൻസിൽ ഓൾട്രേഷൻ കൊണ്ടുവരിക. ജീൻസിനെ ഓൾട്രേഷൻ നടത്തുന്നതാണ് എന്ത് ചെയ്യുക, ജെനറ്റിക് എഞ്ചിനീയറിംഗിൽ എന്ന് പറയുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ബയോപ്രോസസ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ പറയുന്ന പ്രോസസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണാം, അതായത് ഈ ബയോടെക്നോളജി ഉള്ള ലാബുകളൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം. നിങ്ങൾക്ക് കണ്ടോ, ഇയാളൊക്കെ കണ്ടോ? ഇയാളൊക്കെ ഭയങ്കര എന്താണ്, സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ എന്തിനു വേണം, ഈ ഒരു പ്രോസസ്സ് നടത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റെറൈലിറ്റി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഉപയോഗിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ആരാ, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയാസിനെയും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്ലോണിങ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ പ്രോസസ് ഒക്കെ നടത്തുന്നത്. കാരണം ഹ്യൂമൻസിൽ ചെയ്യാന്നുള്ള ഒരു ഇതിനേക്കാളും ഈ ബാക്ടീരിയാസിനൊക്കെ എന്തുണ്ട് മക്കളെ, ഒരു ബാക്ടീരിയാസിന്റെ ഒക്കെ ഒരു എക്സ്ട്രാ ക്രോമസോമൽ ആയിട്ടുള്ള ഭാഗമാണ് എന്ത്, പ്ലാസ്മിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കേട്ടാ, ഈ പ്ലാസ്മിഡ്സിനെയൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സിന് ഉപയോഗിക്കുന്നത്. സോ ഇത് നമ്മൾ അത്രയും സ്റ്റെറൈലിറ്റി ഇല്ലെങ്കിൽ ഇവർക്കൊക്കെ പെട്ടെന്ന് കണ്ടാമിനേഷൻ വരാനും നമ്മൾ അത്രയും ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഒക്കെ റൈസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നമ്മൾ നടത്തുന്നുണ്ടാവുക, അല്ലെങ്കിൽ നമ്മളൊരു എക്സ്പെരിമെന്റ് ഒക്കെ നടത്തുന്നുണ്ടാവുക. സോ ഇത് നമുക്ക് ജനറേറ്റ് ചെയ്ത് പോവാതിരിക്കാനും നമുക്ക് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഔട്ട്കം കിട്ടണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന സ്റ്റെറൈൽ ആംബിയൻസ് നമ്മൾ ഈ കെമിക്കൽ എഞ്ചിനീയറിംഗ് പ്രോസസ്സിനെ അല്ലെങ്കിൽ ഡിസൈഡ് മൈക്രോബ്സ് കണ്ടോ, ഡിസൈഡ് മൈക്രോബ്സിനോ യൂക്കാരിയോട്ടിക് സെൽസിനോ ഒക്കെ എന്ത് വേണം, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്യണം. അതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമില്ലാത്ത ആൾക്കാർ കടക്കാൻ പാടില്ല, പുറത്തുനിന്നുള്ള ഡ്രസ്സ് അങ്ങനെ കാര്യങ്ങളൊന്നും അതിൽ യൂസ് ചെയ്യാൻ പാടില്ല, ഗ്ലൗസ് വേണം, സാനിറ്റൈസ് ചെയ്യണം, പിന്നെന്താണ് അവിടെ ഉപയോഗിക്കുന്ന എല്ലാ എക്യുപ്മെന്റ്സും എപ്പോഴും സ്റ്റെറൈൽ ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഭയങ്കര ഒരു ഹ്യൂജ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്ത് പറയുന്നത്, നമ്മുടെ ബയോടെക്നോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ മക്കളെ? റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതുവഴി നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും, ആന്റിബയോട്ടിക്സ്, വാക്സിൻസ്, എൻസൈംസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ഈ പലതരത്തിലുള്ള പ്രോസസ് നടത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്ച്വലി പ്രോസസ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ദീസ് ആർ ദി ടെക്നിക്സ് ഓഫ് ദി മോഡേൺ ബയോടെക്നോളജി. എന്തൊക്കെയാ, ജെനറ്റിക് എഞ്ചിനീയറിംഗും ബയോ പ്രോസസ് എഞ്ചിനീയറിംഗും. ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, ജീനില് ഓൾട്രേഷൻ കൊണ്ടുവരുന്നതാണ് ജെനറ്റിക് എഞ്ചിനീയറിംഗും. അതുപോലെ തന്നെ ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുക നമുക്ക് വേണ്ട ഔട്ട്കം കിട്ടാൻ വേണ്ടിയിട്ട്. ഈ രണ്ട് പ്രിൻസിപ്പിൾസ് ആണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യേണ്ടത്, ബയോടെക്നോളജി കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒബേ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ ആയില്ലേ? നോക്കാം, നമുക്ക് എന്തൊക്കെ വേണം,
ഈ ഒരു പ്രോസസ്സ് നടത്തണമെങ്കിൽ, ബയോടെക്നോളജി എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് നടത്തണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് ഇതിൽ ഇൻവോൾവ് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. ബേസിക് സ്റ്റെപ്സ് ഇൻ ജെനറ്റിക്കലി മോഡിഫൈയിങ് ആൻ ഓർഗാനിസം എന്തൊക്കെയാണ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് DNA വിത്ത് ഡിസൈറബിൾ ജീൻസ്. ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മൾ ആരെയാണ് മാറ്റേണ്ടത്, അല്ലെങ്കിൽ ഏതൊരു ഹോസ്റ്റിൽ നിന്നുള്ള ഡിസൈറബിൾ ജീൻസ് ആണ്. ഇപ്പോ മേഴ്സി കൗ എന്ന് പറഞ്ഞ പശുവിനെ എടുത്തു നോക്കാം. എന്താണ് ആ കൗവിന്റെ DNA അവർ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. നന്നായി മിൽക്ക് കിട്ടുന്ന ഒരു ഈൽഡ് ഉള്ള പശുവിനെ അവർ സെലക്ട് ചെയ്തു. എന്നിട്ട് ആ നന്നായിട്ട് ഗുഡ് ഈൽഡിംഗ് ഉള്ള കൗവിൽ നിന്ന് അവരെന്ത് ചെയ്തു? ഡിസൈഡ് ആയിട്ടുള്ള ജീനിനെ അവരെന്ത് ചെയ്തു? കണ്ടുപിടിച്ചെടുത്തു ഇല്ലേ? അതിനുശേഷം എന്ത് ചെയ്തു? അതിനെ റീകോമ്പിനേഷൻ ചെയ്യും ഇല്ലേ? റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ മേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ള ആ കൗ ഇവിടെ ഇരിക്കണമെന്ന് വിചാരിക്കാം. അപ്പൊ ആളുടെ എന്താണ് ജെനറ്റിക് മെറ്റീരിയൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്തെടുത്തു. എന്താ? DNA എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഡിസൈർഡ് ജീൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഹോസ്റ്റിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഹോസ്റ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ കുറെ ആൾക്കാരെ ഉപയോഗിക്കും. നമ്മൾ നേരിട്ടിട്ട് എന്താണ് കൊണ്ട് കുത്തി വെക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഇവിടെ കുറെ ടെക്നിക്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണം. നമ്മുടെ DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഇവിടെ കൊടുത്തേക്കുന്നുണ്ടോ? ഇത്രയും ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ആളാണ്. അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാണ്ട്, മോളിക്കുലാർ ബയോളജി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാം. അപ്പൊ അത്രയും മൈന്യൂട്ട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് ഒട്ടിക്കുക അല്ലെങ്കിൽ ഇതിൽ കൂട്ടിച്ചേർക്കുക, നമുക്ക് ഇൻവിസിബിൾ ആയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പലതരത്തിലുള്ള എൻസൈംസ്, ദാറ്റ് ഈസ് ടൂൾസ്, പലതരത്തിലുള്ള ടെക്നിക്സ്, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ബയോടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ഐഡന്റിഫിക്കേഷൻ ആണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡിസൈഡ് ആയിട്ടുള്ള ഒരു ജീനിനെ നമ്മൾ അങ്ങോട്ട് ഐഡന്റിഫൈ ചെയ്യും. അത് ഈ ഒരു ഐഡന്റിഫിക്കേഷൻ എന്ന സ്റ്റെപ്പിലാണ് എന്ത് വരുന്നത്? നമ്മുടെ ക്ലോണിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ, റീകോമ്പിനേഷൻ ഒക്കെ വരുന്നത്. അതിനുശേഷം എന്ത് ചെയ്യാ? ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ഐഡന്റിഫൈഡ് DNA ഇൻ ടു ദി ഹോസ്റ്റ്. അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹോസ്റ്റിലേക്ക് എത്തിക്കണം. ഹോസ്റ്റ് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും, ഒരാളുണ്ടാവും ഹോസ്റ്റ്. അതിനുശേഷം ഈ ഹോസ്റ്റിലേക്ക് വന്നിട്ടുള്ള ആ DNA അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം എന്താണ്? നമ്മുടെ പ്രോജിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ആ ഒരു DNA കിട്ടി, അല്ലെങ്കിൽ എൻ്റെ ഒരു റീകോമ്പിനന്റ് DNA കിട്ടി. അപ്പൊ എൻ്റെ ഏതെങ്കിലും ഒരു കഴിവിനെ അല്ലെങ്കിൽ എൻ്റെ ഫീനോടൈപ്പിനോ എൻ്റെ എന്തെങ്കിലും ഒരു ഇതിനെ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജീനാണ് എൻ്റെയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ അത് എൻ്റെ മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഡീജനറേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ ഓഫ് സ്പ്രിങ്സ് എന്താണ്, എൻ്റെ പ്രോജിനി, എൻ്റെ നെക്സ്റ്റ് തലമുറയിലേക്കും കൂടി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതാണ് 3 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? വേറെ ഒന്നുമില്ല. ഐഡന്റിഫിക്കേഷൻ ഓഫ് DNA വിത്ത് ഡിസൈർഡ് ജീൻസ്. ഏത് ജീനിയാണോ നമ്മൾ ഓൾട്ടർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അയാളെയും കണ്ടുപിടിക്കണം. ആരെയാണോ കൊണ്ടുപോരാൻ ഉദ്ദേശിക്കുന്നത് അവരെയും കണ്ടുപിടിക്കുക. ആ ഒരു സ്റ്റെപ്പാണ് എന്ത്? ഐഡന്റിഫിക്കേഷൻ ഓഫ് ദി ഡിസൈർഡ് ജീൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഇൻട്രൊഡക്ഷൻ. ഹോസ്റ്റിലേക്ക് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഹോസ്റ്റിലേക്ക് കൊണ്ടുവരാണ്. അതിനുശേഷം ഹോസ്റ്റിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇത്രയും സ്റ്റെപ്സ് ആണ് എന്തിൽ നടക്കുന്നത്? നമ്മുടെ ബയോടെക്നോളജിയിൽ നടക്കുന്നത്. ക്ലിയർ ആയോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഞാൻ പറഞ്ഞല്ലോ വിവിധ തരത്തിലുള്ള ടൂൾസ് ഇതിന് ആവശ്യമാണ്. അപ്പൊ ആ ടൂൾസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പില്. എടാ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ കുറച്ച് ഫാസ്റ്റിലാണ് പോണത്, കാരണം നമുക്ക് കുറച്ച് ടൈമല്ലേ ഉള്ളൂ ഇനി. അപ്പോ ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ കാര്യങ്ങള്? നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാട്ടെ, കാരണം ഈ ഒരു ചാപ്റ്റർ കുറച്ച് നമുക്ക് നല്ലൊരു ചാപ്റ്റർ ആണ്. അതുകൊണ്ട് ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ നിങ്ങൾക്ക്? മിസ് പറഞ്ഞതൊക്കെ ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയി മിസ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് കുറച്ച് ഈ ആൾക്കാരെ കേട്ടിട്ടുണ്ടോ? സ്റ്റാൻലി ആൻഡ് ഹെർബർട്ട് ബോയർ എന്ന് കേട്ടിട്ടുണ്ടോ? ഇവരാണ് എന്ത് ചെയ്യണത്? ഫസ്റ്റ് റീകോമ്പിനന്റ് ടെക്നോളജി DNA ടെക്നോളജി ഫസ്റ്റ് കണ്ടുപിടിച്ചതാണ് ആര്?
RDNA ഫസ്റ്റ് RDNA പ്രൊഡ്യൂസ് ചെയ്ത ആരൊക്കെയാണ്? ഈ സ്റ്റാൻലി കോഹിനും കോഹിൻ ആൻഡ് ബോയർ എന്നും പറയും ഇല്ലേ? കോഹിൻ ആൻഡ് ബോയർ എന്ന് നമ്മൾ കോമൺലി പറയാ. കോഹിനും ബോയറും കൂടിയിട്ടാണ് ഫസ്റ്റ് എന്ത് ചെയ്തത്? റീകോമ്പിനന്റ് ടെക്നോളജി വികസിപ്പിച്ചെടുത്തത് അല്ലെ? RDNA വാസ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്റ്റാൻലി കോഹിൻ ആൻഡ് റോബർട്ട് ബോയർ ഇൻ 1972. അവരാരിലാണ് നടത്തിയത്? സാൽമോണല്ല ടൈഫീറിയം എന്ന് പറഞ്ഞിട്ടുള്ള ടൈഫോയിഡ് ക്രിയേറ്റ് ചെയ്യുന്ന എന്താ പറയാ വൈറസിലാണ് നമ്മൾ എന്ത് ചെയ്തത്? സാൽമോണല്ല ടൈഫി എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ പ്ലാസ്മിഡ്സിലാണ് ഇവർ എന്ത് ചെയ്തത്? ഈ പറയുന്ന റീകോമ്പിനന്റ് ടെക്നോളജി ഉപയോഗിച്ചെടുത്തത്. അവരെന്താ ചെയ്തത്? ദേ ഐസൊലേറ്റഡ് ആൻഡ് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻ പീസ് ഓഫ് ഡീൻ. അതായത് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻസ്, ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ജീനിനെ പീസ് ഓഫ് DNA അല്ലെ? ജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ പീസ് ഓഫ് DNA അവരെന്ത് ചെയ്തു? ഐസൊലേറ്റ് ചെയ്തെടുത്തു ഫ്രം എ പ്ലാസ്മിഡ് ഓഫ് സാൽമോണല്ല ടൈഫീറിയം. ഞാൻ പറഞ്ഞു എക്സ്ട്രാ ക്രോമസോമൽ ആയിട്ടുള്ള. ഇപ്പൊ നോക്കാം, ഇതങ്ങനെ ഒരു ബാക്ടീരിയൽ സെൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ ചുരുട്ട് കൂടി നമ്മുടെ ആര് കിടക്കുന്നുണ്ടാവും? DNA കിടക്കുന്നുണ്ടാവും. അതിനകത്ത് ഇങ്ങനെ വട്ടം വട്ടായിട്ട് വേറെ എക്സ്ട്രാ ക്രോമസോമൽ സബ്സ്റ്റൻസസ് കാണാം. ദാറ്റ് ഈസ് നോൺ ആസ് പ്ലാസ്മിഡ്സ്. ഓക്കെ, അപ്പൊ അവർ എന്ത് ചെയ്തു? ഈ പ്ലാസ്മിഡ്സിനെയാണ് അവർ എടുത്തത്. എന്താ അവർക്ക് ഈ സാൽമോണല്ല ടൈഫീരിയത്തിന് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ട്. എന്താണ് ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആന്റിബയോട്ടിക് വരുമ്പോ അതിനെതിരെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതിനെയാണ് നമ്മൾ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ആ ജീനിനെ അവരെവിടെ നിന്ന് എടുത്തു? പ്ലാസ്മിഡ്സ് ഓഫ് സാൽമോണല്ല ടൈഫിയം. സാൽമോണല്ല ടൈഫിയത്തിന്റെ ഒരു സെല്ലിൽ നിന്ന് അവരെന്ത് ചെയ്തു? ഒരു പ്ലാസ്മിഡ്സിനെ അങ്ങോട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. ആ പ്ലാസ്മിഡ്സിന് എന്ത് കപ്പാസിറ്റി ഉണ്ട് മക്കളെ? എന്താ ഉള്ളത് പറഞ്ഞേ? ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉള്ള ഒരു ജീനാണ് നമ്മൾ എടുത്തത്. ഇറ്റ് വാസ് ലിങ്ക്ഡ് വിത്ത് എ പ്ലാസ്മിഡ്സ് വെക്ടർ ആൻഡ് ട്രാൻസ്ഫേർഡ് ഇൻ ടു E. coli. അതിന് നമ്മൾ എന്ത് ചെയ്തു? ഒരു പ്ലാസ്മിഡ് വെക്ടറിനെയും കൂടിയിട്ട് എന്ത് ചെയ്തു? ഈ E. coli എന്ന് പറഞ്ഞിട്ടുള്ള ആളെ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആക്കാന്നാണ് ഇവരുടെ ലക്ഷ്യം അല്ലേ? ആന്റിബയോട്ടിക് E. coli എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയനെ എന്ത് ചെയ്യാണ്? ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആക്കണം. അപ്പൊ ഇവര് പഠിച്ചു വന്നപ്പോ ഈ സാൽമോണല്ല ടൈഫിയം പറഞ്ഞിട്ടേ ഇവിടെ എടുക്കുന്നുണ്ട്. ഇയാൾക്ക് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടെന്ന് ഇവർ കണ്ടുപിടിച്ചു. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഇതിന്റെ എവിടെന്ന് ആ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ഉള്ള ആ സ്ട്രെയിൻ അവരങ്ങോട്ട് പ്ലാസ്മിഡ്സിൽ അങ്ങോട്ട് റിമൂവ് ചെയ്തു. എന്നിട്ട് അവരെന്ത് ചെയ്തു? അതിനെ ഒരു പ്ലാസ്മിഡ് വെക്ടർ ആയിട്ട് റീകോമ്പിനേഷൻ ചെയ്യാണ്. അപ്പൊ ആ എടുത്തിട്ടുള്ള ജീൻ ഇവിടെ ഇങ്ങനെ എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഈ പ്ലാസ്മിഡ് വെക്ടർ ആരെങ്കിലും ആവട്ടെ, അത് പറഞ്ഞിട്ടില്ല. പ്ലാസ്മിഡ് വെക്ടറിന്റെ DNA എങ്ങനെ ഉണ്ടാവും? ഇതാ ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടാവും. ഓക്കെ, വേറെ നമ്മൾ ഈ പറയുന്ന വെക്ടറിന്റെ DNA ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടാവും. അപ്പൊ ഇവിടെ കട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടാവും. ഇതിനെ അവരെന്ത് ചെയ്യും? ഇനി കാണുന്നുണ്ടേ വരക്കണത്? ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് കൊടുക്കും ഇല്ലേ? ഇയാളാരാ? ഈ സ്ട്രാൻഡ് ആരാ? ഈ മഞ്ഞ കളറിലുള്ള സ്ട്രാൻഡ് ആരാ മക്കളെ? ദാറ്റ് ഈസ് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് അല്ലേ? ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ജീനിനെ അവരെന്ത് ചെയ്തു? നമ്മുടെ പ്ലാസ്മിഡ് വെക്ടറിന്റെ കൂടെ ആഡ് ചെയ്തു ഇല്ലേ? അപ്പൊ ഇതാരാണ് ശരിക്കും? ഇതാണ് നമ്മുടെ RDNA എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതായത് ബോയറും കോഹനും ചെയ്ത എക്സ്പെരിമെന്റ് ഇത്രേ ഉള്ളൂ മക്കളെ. ഈ സാൽമോണല്ല ടൈഫിയത്തിന് എന്തുണ്ട്? ഇവർക്ക് ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്തു? അതിൽ നിന്നുള്ള ആ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ജീൻ അവര് ഐസൊലേറ്റ് ചെയ്തെടുത്തു. ഫസ്റ്റ് സ്റ്റെപ്പ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദി ഡിസയർഡ് ജീൻസ്. ദെൻ അവരെന്ത് ചെയ്തു? ക്ലോൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ E. coli ബാക്ടീരിയ എന്ന് പറഞ്ഞ ആളില് ഡയറക്റ്റ് ഒന്നും ഈ പറയുന്ന ഈ പ്ലാസ്മിഡ്സിന് അല്ലെങ്കിൽ ഈ റീകോമ്പിനന്റ് DNA വാങ്ങിയില്ലേ മക്കളെ? കേട്ടാ?
RDNA ഡയറക്റ്റ് അയാളുടെ സെല്ലിലേക്ക് ഒന്നും കയറ്റി വിടില്ല. സോ അയാളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തുള്ള റീകോമിനന്റ് DNA കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ, പ്ലാസ്മിഡ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. കാരണം എന്താ, പ്ലാസ്മിഡ്സിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം ഈ പ്ലാസ്മിഡ്സിന് റെപ്ലിക്കേഷൻ തോത് വളരെ കൂടുതലാണ്. ഈ ഒരു ജീൻ ഇവിടെ ഇപ്പൊ പോകുന്ന ഒരാൾക്ക് ഒരു ജീനുള്ളൂ, അത് അവിടെ ചെന്നിട്ട് ഒരെണ്ണം അവിടെ അതിന്റെ ഉള്ളിൽ അള്ളിപ്പിടിച്ചിരുന്നൊരു കാര്യം ഉണ്ടോ? ഇല്ല. ഈക്കോളയ്ക്ക് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് കിട്ടണം. ഈക്കോളയുടെ നെക്സ്റ്റ് പ്രോജിനി ഈ വരുന്ന എല്ലാ ഈക്കോളൈ ബാക്ടീരിയാസ്, ഇനി ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഉണ്ടാവുന്ന എല്ലാ ഈക്കോളൈ ബാക്ടീരിയാസിനും ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ എന്ത് വേണം, ഈ പറയുന്ന RDNA നമ്മൾ എന്ത് ചെയ്യണം, ഈ ഹോസ്റ്റില് എന്ത് ചെയ്യണം മക്കളെ, മെയിൻറ്റെയിൻ ചെയ്യണം. മൂന്നാമത്തെ സ്റ്റെപ്പ് കണ്ടാ, ക്ലിയർ ആയോ? റെസ്പോണ്ട് ചെയ്തേ. ക്ലിയർ ആയി മിസ്. ഓക്കെ. അപ്പോ RDNA അതിന്റെ ഉള്ളില് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നെക്സ്റ്റ് ജനറേഷൻ ഈ ബാക്ടീരിയ ഇങ്ങനെ പെറ്റുപെരുകൊണ്ടേയിരിക്കും. അപ്പൊ അടുത്ത ജനറേഷനിലേക്ക് പോകണം. അതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തത് ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞു, പ്ലാസ്മിഡ് വെക്ടറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇത്രയും ക്ലിയർ ആയില്ലേ? ഇതാണ് എന്ത്, റീകോമ്പിനേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? യെസ് മിസ്. ഓക്കെ. ഓക്കെ. അപ്പൊ ഞാനിപ്പോ ഇത് പറഞ്ഞപ്പോ സിമ്പിൾ ആയിട്ട് കുറെ കാര്യങ്ങളാ പറഞ്ഞേ. ഞാൻ അവിടെ നിന്ന് എടുത്തു, ഇവിടെ നിന്ന് കൊണ്ടുപോയി, അങ്ങോട്ട് കൊണ്ടുപോയി, ഇങ്ങോട്ട് ഇട്ടു എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ ഇതൊക്കെ ഞാൻ പറഞ്ഞു നാനോ എന്താ പറയാ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ നമുക്ക് നേക്കട് കൈ കൊണ്ടോ കാര്യങ്ങൾ കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ഇതിന് വേണ്ടി കുറെ ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ ഭാഗത്ത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദ പ്രോസസ് ഓഫ് ജോയിനിങ് ആൻഡ് ഇൻസേർട്ടിങ് ഓഫ് എ foreign piece of a DNA into host organism to produce new genetic combination is called recombinant DNA technology. മനസ്സിലായില്ലേ മക്കളെ എന്തൊക്കെയാണെന്ന്? നമ്മുടെ ഫോറിൻ DNA നമ്മൾ എടുത്തു, അതിനുശേഷം നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോയി, നമ്മുടെ ഹോസ്റ്റ് ആയിട്ടുള്ള ഈ കോളയിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം നമ്മളൊരു പുതിയ ആൾക്ക് എന്ത് ടെക്നോളജി, എന്ത് റെസിസ്റ്റന്റ് കിട്ടിയേ, ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ് അവിടെ ഈ കോളയ്ക്ക് കിട്ടിയത്. അങ്ങനെ പുതിയ ഒരു ഓർഗാനിസം ആയിട്ട് ഈ കോളയെ നമ്മൾ മാറ്റിയെടുത്തു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയണത്, റീകോമ്പിനന്റ് ടെക്നോളജി എന്ന് പറയുന്നത്. ഫസ്റ്റ് റീകോമ്പിനന്റ് ടെക്നോളജി ചെയ്തത് ആരാ നോക്കുക, സ്റ്റാൻലി കോഹിൻ ആൻഡ് ഹെർബർട്ട് ബോയർ ഇൻ 1972. അവർ നടത്തിയിട്ടുള്ളത് സാൽമോണല്ല ടൈഫിയത്തിനെയാണ് അവര് എടുത്തിട്ടുള്ളത്. ഹോസ്റ്റ് ആരായിരുന്നു, നമ്മുടെ ഈക്കോളൈ. ഇത്രയും കാര്യങ്ങൾ പഠിക്കില്ലേ? എന്ത് സ്ട്രാൻഡ് ആണ് അവർ എടുത്തിട്ടുള്ളത്, ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് സ്ട്രാൻഡ്. ക്ലിയർ? പോവാം, അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി മിസ്. ഓക്കെ. സ്റ്റെപ്പ് തന്നെയാണല്ലോ. ഇനി നമുക്ക് ടൂൾസിലേക്ക് പോവാം. വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത്. ടൂൾസ്, എന്തൊക്കെ ടൂൾസ് ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ടെക്നിക്സ്, സ്റ്റെപ്സ് ഏതൊക്കെയാന്ന് മനസ്സിലായില്ലേ? ഹലോ, സ്റ്റെപ്പ് ഏതൊക്കെയാന്ന് മനസ്സിലായില്ലേ? ഐഡന്റിഫിക്കേഷൻ, ഇൻട്രൊഡക്ഷൻ, മെയിൻ്റെനൻസ്. അല്ലേ? മിസ് മനസ്സിലായി. ഹലോ, ഓക്കെടാ. അപ്പൊ നമുക്ക് ടൂൾസിലേക്ക് കിടക്കാം. കാണാം കുറെ ടൂൾസിന്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ടൂൾസ്? നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, DNA കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്ത്, restriction enzymes. They are also known as molecular scissors. കേട്ടുണ്ടോ ഈ പേര്? മോളിക്യുലാർ സിസേഴ്സ് എന്നറിയപ്പെടുന്ന ആൾക്കാരാണ് എന്ത്, റെസ്ട്രിക്ഷൻ എൻസൈംസ്. ഫസ്റ്റ് കണ്ടുപിടിച്ചിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈംസ് ഏതാണെന്ന് പറയാം. ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എന്താണ് റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറയുന്നത് HindII. ഓക്കെ, HindII ഈക്കോളൈ ബാക്ടീരിയയുടെ സ്ട്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻസൈംസിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന DNAs നമുക്ക് ഐസൊലേഷൻ ചെയ്യാനും DNA ഇങ്ങനെയാണ് ഇരിക്കുക. എന്താണ്
DNA ഇങ്ങനെ ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടായിരിക്കും അല്ലേ? അപ്പൊ ഈ ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA എനിക്ക് എന്ത് ചെയ്യണം? ഉള്ളിൽ കൊണ്ടുപോയി കട്ട് ചെയ്യണം വിചാരിക്കുക. അതായത് DNA ഉള്ളിലേക്ക് കയറി പോകണം. എനിക്ക് ഈ ഭാഗത്താണ് കട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് DNA അറ്റം ഈ ഭാഗത്ത് കട്ട് ചെയ്യണം. ഇതൊക്കെ എന്താ പുറം ഭാഗമല്ലേ, ടിപ്സ് അല്ലേ? അപ്പൊ റെസ്ട്രിക്ഷൻ എൻസൈംസിനെ ഫർദർ ഡിവൈഡഡ് ഇൻടു ടു ടൈപ്സ്, ദാറ്റ് ഈസ് exonucleases and endonucleases. കേട്ടിട്ടുണ്ടോ? exonucleases and endonucleases. കേട്ടിട്ടുണ്ടോ? ഓക്കെ. ഇവര് പ്രത്യേകം എൻസൈംസ് ആണ് മക്കളെ. ഈ സിസേഴ്സ് എന്നൊക്കെ പറയുന്നത് പലതരത്തിലുള്ള എൻസൈംസ് ആണ്. ഇതിങ്ങനെ ഒരു പെട്ടി ഡിഷിൽ നമ്മൾ ഈ DNA എടുത്തിട്ടുണ്ടെങ്കിൽ ഈ എൻസൈംസിനെ കൊണ്ടുവന്നിട്ട് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം. ഓക്കെ, അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കത്രികയായിട്ട് വലിയ പീസ് ഒന്നും ഇതുപോലെ കൊടുത്തിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടാ. ഒരു എൻസൈം ആണ് ഈ പറയുന്ന ആൾക്കാരൊക്കെ. ക്ലിയർ? ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഉള്ളിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആരുടെ DNA ഉള്ളിൽ പോയി കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ പറയുന്ന പേരാണ് എന്തുകൊണ്ടുള്ള എന്തായിരിക്കും? ഉള്ളില് DNA പർട്ടിക്കുലർ സൈറ്റില് പോയി ഉള്ളില് പോയി കട്ട് ചെയ്യണമെങ്കിൽ അവരെ പറയുന്ന പേരാണ് എന്ത്? endonucleases. Endonucleases. That enzymes അല്ലെങ്കിൽ that molecular scissors will cut in the inner side. അതെ, DNA ഉള്ളിലേക്ക് കടന്നു ചെന്ന് കട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എന്ത്? endonucleases. ഇനി exonucleases എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ഈ ടിപ്പില് പോയിട്ട് കട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ടിപ്പില് അതിന്റെ അറ്റഭാഗത്ത് പോയിട്ട് കട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും എന്ത്? സോറി, അങ്ങോട്ട് അതന്നെ exonucleases എന്ന് പറയുന്നത്. exonucleases and endonucleases. പഠിച്ചോ? രണ്ട് തരത്തിലുള്ള റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉണ്ട്, endonucleases and exonucleases. endonucleases and exonucleases. കിട്ടിയോ? കിട്ടിയോ മക്കളെ? എൻഡോ എക്സോ മറക്കോ? ഓക്കെ. ഇനി ഈ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഇങ്ങനെ DNA സ്ട്രാൻഡ്സ് ആയിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ടാവും അല്ലേ? ഇതിനെ ജോയിൻ ചെയ്യണം അല്ലേ? അതിന്റെ ഇപ്പുറത്ത് നമ്മുടെ ആരും എടുക്കുന്നുണ്ടാവും, നമ്മുടെ നമ്മൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന നമ്മുടെ വെക്ടർ എടുക്കുന്നുണ്ടാവും. ഈ വെക്ടറിലേക്ക് കൊണ്ടുപോയി ഇയാളെ കൊണ്ട് ഒട്ടിക്കണ്ടേ? ഇവിടെ കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണ്ട മക്കളെ. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ആളാണ് എന്ത്? ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പശയാണ് എന്ത്? ലിഗേസ്. കേട്ടുണ്ടോ? ലിഗേസ് കേട്ടുണ്ടോ? യെസ് മിസ് കേട്ടു. ഓക്കെ, കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ആണ് എന്ത്? ലിഗേസ്. നോട്ട് ചെയ്യണം, അങ്ങനെ വായിച്ചാൽ മതി. മോളിക്കുലർ ലിഗേസ്. ഇതെന്ത് ചെയ്യാം? ദാറ്റ് വിൽ ജോയിൻ ദി DNA strands. ഓക്കെ. നെക്സ്റ്റ് ഒരു നമ്മുടെ എന്താണ് ടൂളാണ് എന്ത്? ക്ലോണിംഗ് വെക്ടേഴ്സ്. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് എന്ത്? ക്ലോണിംഗ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ആരായിരിക്കും മക്കളെ ക്ലോണിംഗ് വെക്ടേഴ്സ് എന്ന് പറയുമ്പോ? ക്ലോണിംഗ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. നിങ്ങൾ ഈ പിക്ചർ നോക്കുക. ഇയാള് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ക്ലോണിംഗ് വെക്ടറാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മള് ബാക്ടീരിയാസിനെയും അല്ലെങ്കിൽ എന്താണ് ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവര് കുറച്ചും കൂടി അവർക്ക് സർവൈവൽ അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന കണ്ടാമിനേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അങ്ങ് ഡീജനറേറ്റ് ചെയ്ത് പോകും. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് ഈ ജീനൊക്കെ എന്ത് ചെയ്യും? ഇയാളിലേക്ക് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾ അത് കൊണ്ട് നശിപ്പിച്ച് കളയും. സോ നമ്മൾ കുറച്ചും കൂടി റെസിസ്റ്റന്റ് ആയിട്ട്, നമുക്ക് കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് വെക്ടറാണ് ആര്? PBR322. ക്ലിയർ? ക്ലിയർ ആയോ? ക്ലിയർ ആയി മിസ്. ഓക്കെ. അപ്പൊ PBR322 ആണ് നമ്മുടെ ക്ലോണിംഗ് വെക്ടർ എന്ന് പറയുന്നത്. ക്ലോണിംഗ് വെക്ടേഴ്സിന് കുറെ എന്തുണ്ട്? കുറെ പ്രത്യേകതകളുണ്ട്. കാരണം എന്താണ്? അവർക്കൊരു എന്താണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ വേണം. ഇവിടെ കൊടുത്തിട്ടുണ്ട്.
എന്താണ് മക്കളെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ? യൂണിസൈറ്റിനാണ് അവർ എന്ത് ചെയ്യുക, ഇതുള്ളവർ മാത്രമാണ് നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം ഞാൻ പറഞ്ഞു, നമ്മൾ ഹോസ്റ്റ് സെല്ലിൽ പോയിട്ട് മിണ്ടാതെ അവിടെ പോയി ഇരുന്നിട്ട് കാര്യമില്ല. അവർക്ക് എന്ത് വേണം? റെപ്ലിക്കേഷൻ. ഇതിങ്ങനെ കുറെ കോപ്പീസ് ഉണ്ടാക്കി എടുക്കണം. സോ ഈ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉള്ള ആൾക്കാരെയാണ് നമുക്ക് എന്തിനു ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ക്ലോണിംഗ് വെക്ടേഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മൾ അടുത്തതിൽ പഠിക്കും. അപ്പോൾ മൂന്നാമത്തെ ടൂള്, ഫസ്റ്റ് ടൂൾ ഏതായിരുന്നു? റെസ്ട്രിക്ഷൻ എൻസൈംസ്. രണ്ടാമത്തെ ടൂൾ ഞാൻ പറഞ്ഞു ലിഗേസ്. മൂന്നാമത്തെ ആളാണ് ആര്? ക്ലോണിംഗ് വെക്ടർ. നാലാമത്തെ ആളാണ് ആര്? കോംപ്ലിമെന്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. കണ്ടോ? റീകോംബിനന്റ് പ്ലാസ്മിഡ്സിനെ കൊണ്ട് ഈ കോളയിലേക്ക് കയറ്റി അതിനുശേഷം എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ടു ദി സെൽസ്. കണ്ടില്ലേ? ഹോസ്റ്റ് സെൽസ് അല്ലെങ്കിൽ കമ്പോണന്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും ആൾക്കാരുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ബയോടെക്നോളജി പ്രോസസ്സ് നടത്താൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? യെസ് മിസ്. എന്താണ് എൻഡോന്യൂക്ലിയസ്, എന്താണ് എക്സോന്യൂക്ലിയസ് എന്ന് കണ്ടില്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് കുറച്ച് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഐഡന്റിഫിക്കേഷൻ DNA with desirable genes. Traditionally, hybridization techniques leads to installation and multiplication of undesirable genes and desirable genes. In genetic engineering, only desirable genes are introduced. നമ്മുടെ genetic engineering desirable ആയിട്ടുള്ള genes മാത്രമാണ് ഉപയോഗിക്കുന്നത്. മിസ് സൗണ്ട് സൗണ്ടില്ലേ? ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആവുണ്ടോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ, അപ്പോ അതാണ് നമ്മുടെ എന്തിൽ പറഞ്ഞത്? ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തായിരുന്നു? രണ്ടാമത്തേല് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബേസിക് ജനറ്റിക് ലൈൻ. രണ്ടാമത്തേൽ എന്താണ്? ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ഐഡന്റിഫൈഡ് DNA ഇൻ ടു ദി ഹോസ്റ്റ്. നമ്മൾ ഈ പിക്ചറിലേക്ക് നോക്കൂ. നിങ്ങള് ഇപ്പൊ നോക്കൂ, ബാക്ടീരിയൽ DNA ഉണ്ട്, ബാക്ടീരിയൽ പ്ലാസ്മിഡ്സും ഉണ്ട്. ഓക്കെ, റീകോംബിനന്റ് പ്ലാസ്മിഡ്സ് ആണ് ഇവിടെ കിടക്കുന്നത്. കണ്ടോ? ഇവിടുന്ന് ഈ പറയുന്ന ഇതിന്റെ പ്ലാസ്മിഡ്സിനെ എടുത്തിട്ട് ഈ റീകോംബിനേഷൻ ചെയ്തു. അതിനുശേഷം ഈക്കോളയുടെ ഒരു സെല്ല് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ഈക്കോളയിലേക്ക് ഇതിനെ ഇൻസേർട്ട് ചെയ്യാണ് ഉണ്ടായത്. കണ്ട? ട്രാൻസ്ഫോംഡ് സെൽസ്. ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച ആ സെല്ലിനെ പറയുന്ന പേരാണ് എന്ത് മക്കളെ? ഈ വേർഡ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ട്രാൻസ്ഫോർമൻസ് എന്ന് പറയുന്നത് ആരാണ്? കൊണ്ടുവരുന്ന ആൾക്കാരാണ്, കൊണ്ടുപോകുന്ന ആൾക്കാരാണ് എന്ത്? ട്രാൻസ്ഫോർമൻസ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച സെല്ല്, ഹോസ്റ്റ് സെല്ലിനെ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ട്രാൻസ്ഫോംഡ് സെൽസ്. നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആർക്കാണോ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചേ അയാളെ പറയുന്നതാണ് ട്രാൻസ്ഫോംഡ് സെൽസ്. കൊണ്ടുപോകുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ട്രാൻസ്ഫോർമൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? Okay, introduction of the identified DNA into the host. A vector-നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? A vector DNA such as plasmid is used to deliver an allele or piece of DNA into the host organism. കണ്ടോ? വെക്ടർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലാസ്മിഡ്സിനെയാണ് കേട്ടോ മക്കളെ. പ്ലാസ്മിഡ്സിനെയാണ് നമ്മൾ വെക്ടർ ആയിട്ട് ഉപയോഗിക്കുന്നത്. കണ്ടോ? റീകോംബിനന്റ് പ്ലാസ്മിഡ്സ് കണ്ടോ? പ്ലാസ്മിഡ്സിന് ഈ പറയുന്ന PBR 32020 ആണ് ഇത് കൊടുത്തേക്കുന്നത്. കണ്ടോ? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ കണ്ടോ? ഇവിടെ ഒരു പിങ്ക് കളറിൽ കണ്ടോ? ഇതാണ് എന്ത്? ORI സൈറ്റ്. അങ്ങനെ റീകോംബിനേഷൻ നടന്നിട്ടാണ് എന്ത് ചെയ്യണത്? നമ്മുടെ ഇത് നടക്കണത് കേട്ടോ. അപ്പൊ ട്രാൻസ്ഫോർമെന്റും ട്രാൻസ്ഫോമറും ആരെന്ന് മനസ്സിലായില്ലേ? ക്ലിയർ? ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ മെയിൻ്റെനൻസ് ഓഫ് ദി ഇൻട്രൊഡ്യൂസ്ഡ് DNA. Maintenance of the introduced DNA in the host and transfer of the DNA to its progeny. ഞാൻ പറഞ്ഞ പോലെ തന്നെ a piece of allele or DNA has no the sequence called origin of replication. അല്ലേ? നമ്മുടെ DNA നമ്മൾ എവിടെയും പഠിച്ചിട്ടില്ല. അതെ, ഈ ഒരു സൈറ്റിലാണ് origin of replication ഉള്ളതെന്ന്. അപ്പോ അങ്ങനെ എന്താണ്? അവർക്ക് റെപ്ലിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് സെൽഫായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? നമ്മൾ ഈ പറയുന്ന പ്ലാസ്മിഡ്സിലേക്കൊക്കെ ഉപയോഗിക്കുന്നത്. പ്ലാസ്മിഡ്സിന് എന്ത് ചെയ്യാൻ പറ്റും?
പെട്ടെന്ന് മൾട്ടിപ്പിൾ ചെയ്യാനുള്ള ഇതുണ്ട്. അപ്പൊ 3 ടെക്നിക്സ് മനസ്സിലായില്ലേ എന്തൊക്കെയാന്നുള്ളത്? ഏതൊക്കെയാ എല്ലാരും ഒന്ന് പറഞ്ഞേ. ആ 3 സ്റ്റെപ്സ് ഒന്ന് പറയും മക്കളെ. നമ്മൾ ഇത്ര നേരം പറഞ്ഞില്ലേ? പറയടാ. എന്തൊക്കെ മക്കളെ സ്റ്റെപ്പ് നമ്മുടെ? ഐഡന്റിഫിക്കേഷൻ ഓഫ് DNA. ഐഡന്റിഫിക്കേഷൻ ഓഫ് ദി ഡിസൈഡ് DNA. പിന്നെ Introduction പറയൂ. of ഏ introduction of the desired DNA to the host. ഹോസ്റ്റ്. അതെ. നെക്സ്റ്റ് പിന്നെ മെയിൻറ്റെയിൻസ് ചെയ്യുക. മെയിൻ്റെനൻസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ കുറച്ച് ചോദിക്കാം. ഫസ്റ്റ് ഡിസ്കവേർഡ് ചെയ്തിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ എൻസൈംസിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? ഹിൻഡ് പറഞ്ഞ. സെക്കൻഡ്. ഹിൻഡ് സെക്കൻഡ്. ഹിൻഡ് 2. വെരി ഗുഡ്. വാട്ട് ആർ ദി 2 ടൈപ്സ് ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈംസ്? എക്സോന്യൂക്ലിയസ് ആൻഡ് എൻഡോന്യൂക്ലിയസ്. എക്സോ ആൻഡ് എൻഡോന്യൂക്ലിയസസ്. എക്സോ എന്ന് പറയുമ്പോ എക്സോ എന്ന് പറയുമ്പോ എക്സോ എന്ന് പറയുമ്പോ പുറത്ത് അല്ല. എക്സോ എന്ന് പറയുമ്പോ ടിപ്പില്. ഇതാണ്. ഈ ടിപ്പില് പോയി കട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ എക്സോ എന്ന് പറയും. ഉള്ളിൽ പോയി കട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? എൻഡോന്യൂക്ലിയസസ് എന്ന് പറയും കേട്ടോ. കിട്ടിയില്ലേ? യെസ് മിസ്. ഓക്കെ. റീകോമ്പിനേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്താണ് ഒരു ടൂൾ വേറെ ഏതാ? ജോയിനിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾ ഏതാ? ലിഗേസ്. ലിഗേസ്. ഓക്കെ. മക്കളെ ഇനി ഒരു കാര്യം നമുക്ക് നോക്കാം. നമുക്ക് ഈ റെസ്ട്രിക്ഷൻ എൻസൈംസിന്റെ എന്താണ് റെസ്ട്രിക്ഷൻ എൻസൈംസിന്റെ നെയിമിങ്ങിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നെയിമിങ് കേട്ടോ, ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ കോർ 1 എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് നമ്മുടെ റെസ്ട്രിക്ഷൻ എൻസൈംസിന്റെ പേര് വന്ന എങ്ങനെയാന്ന് നോക്കാം. ഇതാ കേട്ടിട്ടുണ്ടോ നിങ്ങള്? E41 കാണുന്നില്ലേ മക്കളെ? ബോർഡ് ചെയ്ത് കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ. ഈ കോർ 1 എന്ന് പറഞ്ഞിട്ടുള്ള പേര് എങ്ങനെയാണ് നമ്മൾ ഒരു റെസ്ട്രിക്ഷൻ എൻസൈംസിന് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എൻസൈംസിന്റെ നെയിമിംഗ് ആണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. റെസ്ട്രിക്ഷൻ എൻസൈംസിന്റെ നെയിമിംഗ് പേരിടാൻ പോവാ അവർക്ക് കേട്ടോ. ഓക്കെ. നമ്മള് ഫസ്റ്റ് ലെറ്റർ ഈ ഫസ്റ്റ് ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ജീനസ് നെയിമിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യണത്. എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യണത്? ജീനസിനെ കേട്ടാ. ജീനസിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യണത്. രണ്ടാമത്തെ ഈ CO എന്ന് പറയുന്ന അതുണ്ടല്ലോ, അതെന്തായിരിക്കും? സ്പീഷ്യസ്. ഏത് സ്പീഷ്യസ് ആണോ? ഇപ്പൊ ഈ കോളൈ എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയ എന്നാണ് നമ്മൾ അതിനെ ഈ കോർ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ളത്. R എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്ട്രെയിൻ. ബാക്ടീരിയയുടെ ഏത് സ്ട്രെയിനിൽ നിന്നാണോ നമ്മൾ അതിൽ എടുത്തിട്ടുള്ളത് അതിനെയാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. പിന്നെ 1 എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഓർഡറിലാണ് നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഓർഡറിലാണോ? ഓർഡർ ഓഫ് ഐസൊലേഷൻ ആണ് നമ്മൾ ഈ റോമൻ ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർഡർ ഓഫ് ഐസൊലേഷൻ കേട്ടോ. ഇങ്ങനെയാണ് ഈ കോളൈ എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയ എന്നാണ് നമ്മൾ എന്ത് ചെയ്ത് ഈ കോർ 1 എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ എന്താണ് റെസ്ട്രിക്ഷൻ എൻസൈംസിനെ വികസിപ്പിച്ചെടുത്തത്. അത് വന്നിട്ടുള്ളത് എവിടെന്നാ നോക്കാം. ഈ കോളൈ RY13
ഈ ഒരു ബാക്ടീരിയന്നാണ് നമ്മൾ വികസിപ്പിച്ചെടുത്തത്. അപ്പൊ ഇതിന്നാണ് ഈ പേര് കൊടുത്തിട്ടുള്ളത്. കണ്ട മക്കളെ, ഈ വന്ന് എങ്ങനെയാന്ന് കണ്ട, ഈ എന്ന് പറയുന്നത് അതിന്റെ ജീനസ് നെയിമാണ്. കോളയുടെ കോ എന്ന് പറയുന്നത് എന്താണ്, സ്പീഷ്യസ് നെയിം ആണ് മക്കളെ. RY എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, സ്ട്രെയിൻ ഓഫ്, ഏത് സ്ട്രെയിൻ ആണ്, 1-3. കണ്ട, ഓർഡർ ഓഫ് ഐസൊലേഷൻ. ക്ലിയർ ആയോ? എങ്ങനെയാണ് ഈ കോള എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയക്ക് പേര് വന്ന് മനസ്സിലായോ? ECOR 1 എന്ന് പറഞ്ഞിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈംസിന് എങ്ങനെയാണ് പേരിട്ടേന്ന് മനസ്സിലായോ? മിസ് മനസ്സിലായി. മനസ്സിലായി. ഓക്കെ. ഈ ഒരു രീതിയിലാണ് കേട്ടോ മക്കളെ ഏതൊരു റെസ്ട്രിക്ഷൻ എൻസൈംസിന്റെയും നെയിമിങ് നടക്കുന്നത്. ക്ലിയർ? ക്ലിയർ? ക്ലിയർ മിസ്. ചോദിക്കാം, ECOR 1 എന്ന് പറഞ്ഞ ആ ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ R എന്താണ്, അല്ലെങ്കിൽ 1 എന്താന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷനിൽ ജീനസ്, സ്പീഷ്യസ്, സ്ട്രെയിൻ, ഓർഡർ ഓഫ് ഐസൊലേഷൻ ഒക്കെ കാണാം. കറക്റ്റ് ആയിട്ട് കുത്തണം. ഓക്കെ ഓക്കെ മിസ്. ഓക്കെ. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ടുള്ള DNA, ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് ഇത്. ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് നമ്മുടെ ആര്, ഹിൻഡ് 2 ട്ടാ. ഓർത്ത് വെക്കണേ. ഓക്കെ. ഇനി ഞാൻ പറയാൻ പോകുന്നത് പാലിൻഡ്രോമിക് സീക്വൻസ്. ഇതൊക്കെ ഈ പറയുന്ന ടെക്നോളജീസിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടാ. പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് എന്താ നോക്കാം. പാലിൻഡ്രോമിക് സീക്വൻസ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ജലജ മലയാളത്തില് ഇവിടുന്ന് വായിച്ചാലും മക്കളെ, ഇവിടുന്ന് വായിച്ചാലും ഒന്നല്ലേ വായിക്കുക, അല്ലേ? അതെ മിസ്. യെസ്. ഇതുപോലെ നമുക്ക് അറിയാം നമ്മുടെ DNA ഇങ്ങനെ എടുക്കുമ്പോ ആരൊക്കെ ഉണ്ട് മക്കളെ ഇവിടെ, അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, അഡിനിൻ, അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടാവും. ആരൊക്കെ, അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. ഇപ്പുറത്ത് എന്തായിരിക്കും അഡിന്റെ കൂടെ പെയർ ചെയ്യണത് ആരാ, തൈമിൻ ഉണ്ടാവും, ഗ്വാനിന്റെ കൂടെ സൈറ്റോസിൻ ഉണ്ടാവും. അങ്ങനെ 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 പെയർ ചെയ്ത് എടുക്കുന്നുണ്ടാവില്ലേ മക്കളെ. അങ്ങനെ നമ്മുടെ എൻഡോന്യൂക്ലിയസ് ആണ് കേട്ടോ. ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് കട്ട് ചെയ്യുന്ന സ്പെസിഫിക് ഒരു സ്ട്രെയിനെ പറയുന്ന പേരാണ് എന്ത്, പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറയുന്നത്. അതെങ്ങനെയാ വായിക്കുക, GAATTC. ഇങ്ങോട്ട് 5 പ്രൈം എൻഡ്, ഇങ്ങോട്ട് 3 പ്രൈം എൻഡ്. ഇതിനെ തിരിച്ച് എഴുതുമ്പോ എങ്ങനെയാണ് വരിക, GAATTC. ഇവിടെ എന്ത് ഏതായിരിക്കും പൊളാരിറ്റി, 5 ഇവിടെ 3 കണ്ടോ. ഇങ്ങനെ വായിച്ചാലും സെയിം ആയി നിൽക്കുന്ന ഇതുപോലെ നമ്മുടെ ക്രോമസോമിന്റെ ഉള്ളിലുള്ള സീക്വൻസസിനെ പോയിട്ട് കട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ആര്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ്. കിട്ടിയോ മക്കളെ? എന്താണ് പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് മനസ്സിലായോ? അതായത് നമ്മുടെ DNA നമ്മുടെ ബേസ് പെയേഴ്സ് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും, ഇപ്പുറത്ത് ബേസ് പെയേഴ്സ് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. 2 സ്ട്രാൻഡാന്ന് അങ്ങോട്ട് നിങ്ങൾ അസ്യൂം ചെയ്തോ. ഈ 2 സ്ട്രാൻഡ്സില് ഇങ്ങനെ ഒരുപോലെ അങ്ങോട്ട് വായിച്ചാലും ഒരുപോലെ ഗാറ്റിക്, അങ്ങോട്ട് വായിച്ചാലും ഗാറ്റിക്, ഇങ്ങോട്ട് വായിച്ചാലും ഗാറ്റിക്. അങ്ങനെയുള്ള പർട്ടിക്കുലർ ആ പാലിൻഡ്രോമിക് ആയിട്ടുള്ള സീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചാൽ ഒരുപോലെ വായിക്കുന്ന സീക്വൻസിനെ പറയുന്ന പേരാണ് എന്ത്, പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ DNAയുടെ ഉള്ളില് പാലിൻഡ്രോമിക് സീക്വൻസസിനെ പോയി കട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ആര്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ്. ക്ലിയർ? കിട്ടിയോ? മിസ് ക്ലിയർ ആണ്. ക്ലിയർ ആയി. ഓക്കെ. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ടെക്നിക്സിൽ പറയാനുള്ളത് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്യണേ എന്തൊക്കെ നമ്മൾ പറഞ്ഞു എന്നുള്ളത്. ടെക്നിക്സ് പഠിക്കണം, ബോഹിറും കോഹിന്റെയും എക്സ്പെരിമെന്റ് പഠിക്കണം, അത് ആരിലാണ് ചെയ്തത്, ആരെയാണ് ഉപയോഗിച്ചേക്കുന്നത് പഠിക്കണം, വർഷം പഠിക്കണം, പിന്നെന്താണ് ബയോടെക്നോളജിയുടെ ഡെഫിനിഷൻ പഠിക്കണം. പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഏതായിരുന്നു, നമ്മുടെ ഒരു മിനിറ്റ് മെസ്സേജ് എടുക്കട്ടെ. നമ്മള്
അടുത്ത ഭാഗത്തേക്ക് പോവാണ്. അപ്പൊ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പറഞ്ഞു പോവാണ്. യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജിയുടെ ഡെഫിനിഷൻ പഠിക്കണം, കോഹിറും പോയിന്റ് എക്സ്പെരിമെന്റ് പഠിക്കണം, ടൂൾസ് പഠിക്കണം, പിന്നെന്താണ് ഈ പറഞ്ഞ നെയ്മിങ് പഠിക്കണം, 2 തരത്തിലുള്ള റെസ്ട്രിക്ഷൻ എൻസൈംസിനെ കുറിച്ച് പഠിക്കണം, ലിഗേസ് എന്താണെന്ന് അറിയണം. ഓക്കെ, പിന്നെ അതിന്റെ 3 ടെക്നിക്സ് പഠിക്കണം കേട്ടോ. എന്താണ് recognition of desired genes, introduction to the host, maintenance of the host. Okay, clear ആയോ മക്കളെ? ക്ലിയർ ആയി. ഓക്കെ, അടുത്തത് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇനി നമുക്ക് നമ്മുടെ ക്ലോണിംഗ് വെക്ടേഴ്സിനെ കുറിച്ച് പഠിക്കാം. വെരി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഏതൊരു പരീക്ഷ എടുത്തു കഴിഞ്ഞാലും അതിൽ ഈ PBRന്റെ ഒരു കാര്യങ്ങളും ചോദിക്കാതെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി ക്വസ്റ്റ്യൻ തപ്പിപ്പോയ സമയത്ത് ഞാൻ കണ്ടതാണ് PBR, അതായത് ഈക്കോളൈ ക്ലോണിംഗ് വെക്ടർ ഇൻ BR 322. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അയാളുടെ ഫീച്ചേഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. കണ്ടോ, എന്തൊക്കെ വേണം? നമ്മളൊരു ക്ലോണിംഗ് വെക്ടർ ആയിട്ട് ഒരാളെ തെരഞ്ഞെടുക്കണമെങ്കിൽ അയാൾക്ക് വേണ്ട മിനിമം കാര്യങ്ങളാണ് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ ABCD എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതൊക്കെയാണ് എന്ത്? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. എന്താണ് മക്കളെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ? എന്താണ്ടാ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ? പറഞ്ഞേ. ദേ ഈ ORI എന്ന് കൊടുത്തിട്ടില്ലേ, ഇതിനെയാണ് നമ്മൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഇവിടെ നിന്നാണ് ആൾ എന്ത് ചെയ്യുക? റെപ്ലിക്കേറ്റ് ചെയ്ത് തുടങ്ങുക. കുറെ കോപ്പീസ് ഉണ്ടാക്കും. ഈ കുറെ കോപ്പീസ് ഉണ്ടാക്കുന്നതിന്റെ ഒക്കെ എന്ത് ചെയ്യും? നമ്മുടെ ഈ റീകോമ്പിനന്റ് DNA ഉണ്ടാവും. കാരണം ഇയാളുടെ ജീനിലേക്കാണല്ലോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, ഇല്ലേ? നമ്മളൊരു പെറ്റ് ഡിഷൻ എടുത്തു വെച്ചു, ഇയാളെ നമ്മൾ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ പെറ്റ് ഇങ്ങനെ വരികും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇതിനെടുത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇല്ലേ? അപ്പോ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്ലിക്കേറ്റ് ചെയ്യാന്നാണ് അതിന്റെ അർത്ഥം മക്കളെ. റെപ്ലിക്കേഷൻ സൈറ്റുള്ള ആൾക്കാരെ മാത്രമാണ് നമുക്ക് ക്ലോണിംഗ് വെക്ടർ ആയിട്ട് തെരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ എന്താണ്? സെലക്ടബിൾ മാർക്കേഴ്സ് വേണം. എന്താണ് സെലക്ടബിൾ മാർക്കേഴ്സ് എന്ന് നോക്കാം. ഏതായിരിക്കും സെലക്ടബിൾ മാർക്കേഴ്സ്? നമ്മുടെ ആംബിസിലിനും ടെട്രാസൈക്ലിനും നമുക്ക് മാർക്ക് ചെയ്യാൻ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ജീൻ നമ്മൾ റീകോമിനന്റ് DNA വഴി ഉണ്ടാക്കിയിട്ടുള്ള ആ RDNA ഇതിലോട്ട് ഇൻസേർട്ട് ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് എന്ത്? സെലക്ടബിൾ മാർക്കേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ആംബിസിലിൻ ആൻഡ് ടെട്രാസൈക്ലിൻ. അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്, വരാം. പിന്നെ എന്താണ്? ക്ലോണിംഗ് സൈറ്റ് വേണം. എന്താണ് ക്ലോണിംഗ് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോൺ ചെയ്യാനുള്ള സൈറ്റ്സ് ഉണ്ടായിരിക്കും ഇതിന്, അല്ലേ? ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്ടേഴ്സ് ഫോർ ക്ലോണിംഗ് ജീൻസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. നമ്മുടെ ജീൻസിനെ പ്ലാന്റ്സിലും അനിമൽസിലും ക്ലോൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് എന്ത്? വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഒരു എന്താണ് മെയിൻ ആയിട്ട് നമ്മുടെ ഒരു വെക്ടറിന് അല്ലെങ്കിൽ നമ്മുടെ ക്ലോണിംഗ് വെക്ടറിന് വേണ്ട ടൂൾസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് എന്താണ് കൂടുതലായിട്ട് ഉപയോഗിച്ചു പോകുന്ന ആൾക്കാരാണ് ആരൊക്കെ? പ്ലാസ്മിഡ്സ്, ബാക്ടീരിയോഫേജ്. ഇവരൊക്കെ കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവർക്കൊക്കെ റെപ്ലിക്കേഷൻ ചെയ്യാനുള്ള ഇത് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവരൊക്കെ ക്ലോണിംഗ് വെക്ടേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ക്ലിയർ? യെസ് മിസ്. ഓക്കെ, അപ്പൊ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നായിരിക്കും നമ്മുടെ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അത് ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമാണ് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ മക്കളെ. ആ ഒരു സൈറ്റ് ആണ് ഈ ബ്ലൂ കളറിൽ കാണിച്ചേക്കുന്ന ORI സൈറ്റ് എന്ന് പറയുന്നത്, കണ്ടില്ലേ? നെക്സ്റ്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? സെലക്ടബിൾ മാർക്കേഴ്സ്. സെലക്ടബിൾ മാർക്കേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ സെലക്ടബിൾ ഈ ജീൻസ് എന്തിനു വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യണത്? ട്രാൻസ്ഫോർമെന്റ് കയറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്ത് വേണം? നോൺ ട്രാൻസ്ഫോർമെന്റ് ആയിട്ടുള്ള ആൾക്കാർ. ട്രാൻസ്ഫോർമെന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ റീകോമ്പിനേഷൻ നടത്തി കിട്ടിയിട്ട് നമുക്കുള്ള ആ DNA സ്റ്റാൻഡിലാണ് നമ്മൾ എന്ത് പറയാ മക്കളെ? റീകോമ്പിനന്റ് DNA എന്ന് പറയുന്നത് കേട്ടാ. RDNA ആണ് നമ്മൾ എന്ത് പറയാ? ട്രാൻസ്ഫോർമെന്റ് എന്ന് പറയുന്നത് കേട്ടാ.
ട്രാൻസ്ഫോർമെന്റ് കയറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ നോൺ ട്രാൻസ്ഫോർമെന്റ് വെറുതെ കുറെ ആൾക്കാർ വന്ന് കിടക്കുന്നുണ്ടാവും, അവരൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് എന്ത്, നമ്മുടെ സെലക്ടബിൾ മാർക്കേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, Okay, Miss. ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടില്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്, നോൺ ട്രാൻസ്ഫോർമെന്റ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മള് PBR 322 വരുമ്പോ ഇവിടുത്തെ സെലക്ടബിൾ മാർക്കേഴ്സ് ആണ് വെരി വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺസ് ദാറ്റ് ആർ ആംബിസിലിൻ റെസിസ്റ്റന്റ് ആൻഡ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ്. ഇനി ഇവരുടെ കഥയാണ് നമ്മൾ പറയാൻ പോണത്. ഓക്കെ മക്കളെ, നമുക്ക് ഈ പറയുന്ന ഈ PBR 322 ആംബിസിലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആന്റിബയോട്ടിക്കിനോടും ടെട്രാസൈക്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആന്റിബയോട്ടിക്കിനോടും റെസിസ്റ്റന്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഈ പറയുന്ന ജീൻസ് ഇതിൽ എടുക്കുന്നത്. കാരണം നമ്മൾ ഇത് PBR 322 എന്ന് പറഞ്ഞാൽ ആരാണ്, നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്, ഒരു പെട്ടി ഡിഷിൽ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ആരെ നിറച്ചു, കുറച്ച് നമ്മുടെ എന്താ ആംബിസിലിന് നിറച്ചു. ഇതിന്റെ ഉള്ളില് ആംബിസിലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ട്, ആരെ ആംബിസിലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആന്റിബയോട്ടിക് ഉണ്ട്. അവിടേക്ക് ഞാൻ ആരെ കൊണ്ടിടാണ്, ഞാൻ നമ്മുടെ PBR 322 കൊണ്ടിട്ടു. ക്ലിയർ ആവുന്നുണ്ടോ, കാണുന്നുണ്ടോ, കാണുന്നില്ലേ? Yes, Miss. ഓക്കെ, അപ്പോ അവിടെ എന്ത് സംഭവിക്കും മക്കളെ, എന്ത് സംഭവിക്കുക, ആംബിസിലിൻ ചത്തുപോ, അതായത് PBR 322 ചത്തുപോവോ, മീൻസ് ഡീജനറേറ്റ് ചെയ്ത് പോവോ, അതോ അവിടെ സർവൈവ് ചെയ്യോ? സർവൈവ് ചെയ്യും. കാരണം എന്താ, ദാ ഇവിടെ നോക്ക്, ആംബുസിലിൻ റെസിസ്റ്റന്റ് ആണ് ഈ പറയുന്ന ജി എന്ന് പറയുന്നത്. കണ്ടാ, ആംബുസിലിൻ റെസിസ്റ്റന്റ് ആണ് ആള് വെറുതെ ഈ ആംബുസിലിന്റെ ഉള്ളിൽ കൂടെ ഒന്ന് നീന്തി കളിക്കാൻ നിൽക്കും. അവിടെ പോയി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ PBR 322 കൊണ്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആള് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും, ഞാനൊന്നും ചാവില്ല എന്നുള്ള രീതിയില്. കാരണം എന്താ, ആൾക്ക് ആംബുസിലിൻ റെസിസ്റ്റന്റ് ഉണ്ട് ഇല്ലേ. ഇനി ഞാൻ വേറെ ഒരു മീഡിയ എടുത്തു, അവിടെ ഞാൻ ആരെ നിറച്ചു, അവിടെ ഞാൻ നമ്മുടെ ടെട്രാസൈക്ലിനെ കൊണ്ട്, ടെട്രാസൈക്ലിനുള്ള ഒരു മീഡിയത്തിലേക്ക് ഞാൻ ആരെ കൊണ്ടുവരാൻ പോവാണ്, നമ്മുടെ PBR 322 കൊണ്ട് ഇട്ടു ഇല്ലേ. എന്തുണ്ടാവും, ചത്തുപോവോ? ഇല്ല, ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ഇല്ലേ എനിക്ക്, ആർക്ക്, PBR കേട്ടാ. അപ്പൊ ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ഉള്ളതുകൊണ്ട് ആളെന്ത് ചെയ്യും, ഞാനിവിടെ നിൽക്കും, എങ്ങോട്ടും പോവില്ല എന്ന് പറഞ്ഞിട്ട് ആളിതിന്റെ ഉള്ളിൽ തന്നെ കിടക്കും. കണ്ടാ, കണ്ടില്ലേ മക്കളെ, ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കണത്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഇവർക്ക് ഉപയോഗപ്പെടുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ക്ലിയർ? ഞാൻ ഇവിടെ ഒരു റീകോമിനന്റ് DNA ഉണ്ടാക്കി വെക്കാൻ പോവാണ് കേട്ടോ. ഞാനൊരു റീകോമിനന്റ് DNA ഉണ്ടാക്കി വെച്ചു. ഇതാ, ഞാനൊരു റീകോമിനന്റ് DNA ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇനി എന്ത് വേണം, ഇതിനെനിക്ക് എന്റെ ഹോസ്റ്റ് സെല്ലിലേക്ക് എത്തിക്കണം. എന്റെ ഹോസ്റ്റ് സെല്ല് ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട്, എനിക്ക് അവിടേക്ക് എത്തിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ എടുത്തിരിക്കുന്ന ആളാരാണ്, നമ്മുടെ PBR 322 അങ്ങോട്ട് എടുത്തു. ഇത്രയും ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ അല്ലടാ? Clear ആണ് മിസ്. ഓക്കെ, അങ്ങനെ ഞാൻ PBR 322 എടുത്തു. ഓക്കെ, ഇത്ര ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ആംബുസിലിൻ റെസിസ്റ്റന്റിനെ ഇവിടെ ഞാൻ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാൻ പോവാ. ഈ ആംബുസിലിൻ റെസിസ്റ്റന്റിനെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ ഞാൻ എന്ത് ചെയ്യും, എന്റെ റീകോമിനന്റ് DNA കൊണ്ടുവരാൻ പോവാ കേട്ടാ. ഞാൻ മഞ്ഞയിൽ വരയ്ക്കുന്നത് എന്റെ റീകോമിനന്റ് DNA ആണ് കേട്ടാ. ഓക്കെ, ഞാൻ എന്റെ റീകോമിനന്റ് DNA കൊണ്ട് ഇവിടെ ഇട്ടു. ഈ ആംബുസിലിൻ റെസിസ്റ്റന്റിനെ കട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ആരൊക്കെയാണ്, PVU1 PST1 എന്ന് പറഞ്ഞിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈംസിനെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഈ പറയുന്ന ആംബുസിലിൻ റെസിസ്റ്റന്റ് എന്ന് പറയുന്ന ആ ജീൻ, അതായത് ആംബുസിലിൻ റെസിസ്റ്റന്റ് എന്ന് പറയുന്ന അവിടെ റെസിസ്റ്റന്റ് കൊടുക്കുന്ന ആ ജീനെ ഞാൻ എന്ത് ചെയ്തു, PBR 322 ഞാൻ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഇതിപ്പോ എനിക്ക് ഓക്കെ, ഇപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് ഞാൻ ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ മക്കളെ.
ഇൻസേർട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെ എന്റെ റീകോമിനന്റ് DNA എടുക്കണത്. ഇനി ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് എനിക്ക് ഈ എന്റെ റീകോമിനന്റ് DNA കയറിയോ എന്ന് എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും മക്കളെ? ഞാൻ വീണ്ടും ഇതിനെ കൊണ്ട് എന്തിലേക്ക് ഇടും? നമ്മുടെ ആംബിസിലിൻ റെസിസ്റ്റന്റിലേക്ക് ഇടാണ്. കുറച്ചിനെ എടുത്തിട്ട് ഞാൻ ആംബിസിലിൻ ഫ്ലൂയിഡിലേക്ക് ഇടാണ്. അപ്പൊ എന്റെ PBR യൂണിറ്റിന് എന്ത് സംഭവിക്കും? നിങ്ങൾ പറഞ്ഞേ, മനസ്സിലായോ നോക്കട്ടെ. ഞാൻ എന്റെ PBR യൂണിറ്റ് ഇവിടെ കിടക്കുന്നുണ്ട്, ഞാൻ കൊണ്ടിട്ടു. എന്ത് സംഭവിക്കും? കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോ എന്ത് സംഭവിച്ചിണ്ടാവും? ഒന്ന് ആലോചിച്ച് നോക്കിയാ ഫിഗറിലേക്ക് നോക്കിയിട്ട്. കിട്ടിയ നിങ്ങക്ക് കിട്ടി, നീറ്റ് കിട്ടി. പറയ്, എന്ത് പറ്റിയും? ഉറക്കെ പറയ്, എന്ത് പറ്റിന്റെ അവിടെ? ഡെഡായി ഉണ്ടാവും. ഡെഡ് ഇവിടെ നിക്കില്ല. കാരണം എന്താ? ആംബിസിലിൻ റെസിസ്റ്റന്റ് ഒക്കെ പോയി. കാരണം അവിടെയാണ് ഞാൻ എന്റെ റീകോമിനന്റ് DNA ഞാൻ ഇൻസേർട്ട് ചെയ്തേക്കണത് അല്ലേ? സോ ഇറ്റ് വിൽ എന്ത് ചെയ്യും? അപ്പൊ ഇവിടെ ട്രാൻസ്ഫോർമെന്റ് കേറിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇനി ഇതിനെ ഞാൻ കൊണ്ട് എന്റെ ഹോസ്റ്റിലേക്ക് കൊടുക്കാണ്. ഇവിടെ ഞാൻ എന്റെ റീകോമിനന്റ് ആയിട്ടുള്ള DNA ഒക്കെ ഉണ്ട്, ബാക്കിയുള്ള ആൾക്കാരുണ്ട്, ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും? ഇയാള് കൊറേ ഇങ്ങനെ കോപ്പീസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? ഇതാണ് സെലക്ടബിൾ മാർക്കേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? യെസ് മിസ്. ഇനി ഞാൻ BAM H1 ഉപയോഗിച്ചിട്ട് സെയിം പ്രൊസീജിയർ BAM H1 ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ടെട്രാസൈക്ലിനെ അങ്ങോട്ട് വെട്ടി മാറ്റി വിടുന്നു ഓടുന്നു. അതായത് BAM H1നെയും SAL1നെയും ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? നമ്മുടെ ടെട്രാസൈക്ലിനെ അങ്ങോട്ട് വെട്ടി മാറ്റി. ഇനി ഞാൻ എന്റെ റീകോമിനന്റ് DNA ഞാൻ കൊണ്ട് ഇൻസേർട്ട് ചെയ്യാൻ പോവാണ് കേട്ടാ. ഇവിടെ കൊണ്ട് ഇൻസേർട്ട് ചെയ്തു. ഞാൻ എന്ത് ചെയ്തു? സെയിം പ്രൊസീജിയർ ആംബിസിലിൻ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? റെസിസ്റ്റ് ചെയ്യും. കാരണം ആംബിസിലിൻ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ടെട്രാസൈക്ലിനിൽ കൊണ്ടിട്ടു. അപ്പൊ എന്താ ഉണ്ടായേ? ചത്തുപോയി ഇല്ലേ? കാരണം എന്താ? റെസിസ്റ്റൻസ് ഒക്കെ അവിടെ പോയി. ഓക്കെ, ക്ലിയർ ആയോ മക്കളെ? വേറൊന്നുമല്ല, ഇതാണ് ഈ സെലക്ടബിൾ മാർക്കേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ട്രാൻസ്ഫോർമെന്റ് അതിനകത്തേക്ക് കയറിയിട്ടുണ്ടോ അല്ലെങ്കിൽ നോൺ ട്രാൻസ്ഫോർമെന്റ് അതിനുള്ളിലേക്ക് കയറിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ആംബിസിലിൻ റെസിസ്റ്റന്റ് ആൻഡ് ടെട്രാസൈക്ലിൻ ആർ. ഈ ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റെസിസ്റ്റന്റ് ആണ് കേട്ടോ മക്കളെ. സോ ദ സെലക്ടബിൾ മാർക്കേഴ്സ് ഓഫ് PBR322 ആർ AMP, ampicillin resistant and tetracycline resistant. Got it? അവരെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മുടെ റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ് ഏതൊക്കെ? PST1ഉം PVU1ഉം. ടെട്രാസൈക്ലിനെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന റെസ്ട്രിക്ഷൻ എൻസൈം ആണ് BAM H1ഉം SAL1ഉം കേട്ടോ. ഓക്കെ, പിന്നെ HindIIIയും CLAD1ഉം ECOR1 ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ എന്താണ്? നമ്മുടെ ഈ ബ്ലൂ കളറിൽ കാണുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ എന്താണ്? നമ്മുടെ റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ് കേട്ടോ. പക്ഷെ ഇവിടെ ഒന്നും കട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഈ പറയുന്ന നമ്മുടെ ആൾക്കാരിൽ കൊണ്ട് കട്ട് ചെയ്ത് അവിടെയാണ് ഇയാളെ കയറ്റി വെക്കുക. ആരെ? റീകോമിനന്റ് DNA കയറ്റി വെക്കുക കേട്ടോ. ക്ലിയർ ആയോ? വെരി വെരി ഇമ്പോർട്ടന്റ്. ഞാൻ 10 സ്റ്റാർ ഇട്ട് വെക്കാം. പഠിക്കില്ലേ ഇത്? പഠിക്കില്ലേ? ക്ലിയർ ആയോ? ഇത് എങ്ങനെയാണ് നമ്മൾ ഈ ക്ലോണിംഗ് വെക്ടർ ഉപയോഗിക്കുന്നതെന്ന് ക്ലിയർ ആയോ? ക്ലിയർ ആയി മിസ്. ഓക്കെ, എടാ ഒരു മിനിറ്റ് കേട്ടാ, ഞാനേ വൈഫൈ ഒന്ന് കട്ടായി, ഞാൻ ഒന്ന് റീജോയിൻ ചെയ്യട്ടെ കേട്ടാ. ഒരു മിനിറ്റ്, ആരും പോവല്ലേ, ഒരു മിനിറ്റ്.
ഹലോ ഹലോ കേക്കാവോ? പോയി എല്ലാവരും? യെസ് മിസ്, കേൾക്കാം. ഓക്കെ 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 ഡൺ. അപ്പൊ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. എന്താണ് നമ്മൾ നെക്സ്റ്റ്? അപ്പോ PBR പ്രിന്റിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. ഇനി മൂന്നാമത്തത് നമ്മുടെ കോമൺ ഹോസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വേറൊന്നുമില്ല, നോൺ ട്രാൻസ്ഫോർമന്റ് ആയിട്ടുള്ള ബാക്ടീരിയനെ നമ്മൾ എന്ത് ചെയ്തു? പ്ലാസ്മിഡ്സ് കയറ്റി ഹീറ്റ് ഷോക്ക് ചെയ്തു, പ്ലാസ്മിഡ്സ് ട്രാൻസ്ഫോം ചെയ്തു, ട്രാൻസ്ഫോംഡ് ബാക്ടീരിയ ആയിട്ട് മാറി. കണ്ട, പ്ലാസ്മിഡ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നല്ല രസത്തിൽ കൊടുത്തിട്ടുണ്ട് പിക്ചർ. ഇതാ കണ്ടോ, ഈ പ്ലാസ്മിഡ്സിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ അത് ആ പ്ലാസ്മിഡ്സ് വന്ന ആളാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ഫോർമന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി എന്തൊക്കെ ടൂൾസ് ആണ് നമുക്ക് ഈ പറയുന്ന കമ്പോണന്റ് ഹോസ്റ്റിലേക്ക്, ഈ പറയുന്ന നമ്മുടെ അലൈൻ DNA ഹോസ്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് ടൂൾസ് ആണ്, മെത്തേഡ്സ് ആണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അതൊക്കെ ഏതൊക്കെയാ നോക്കാം. മൈക്രോ ഇഞ്ചക്ഷൻ. മൈക്രോ ഇഞ്ചക്ഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് നമ്മൾ എന്ത് ചെയ്യും? റീകോംബിനന്റ് DNA നമ്മൾ ഡയറക്ട്ലി ഇൻട്രൊഡ്യൂസ് ടു ദി ന്യൂക്ലിയസ് ഓഫ് ആൻ ആനിമൽ സെൽസ്. കാരണം ന്യൂക്ലിയസിനുള്ളാണ് ആര് കിടക്കുന്നുണ്ടാവുക? നമ്മുടെ DNA ചേട്ടൻ കിടക്കുന്നുണ്ടാവുക. അപ്പൊ ഡയറക്റ്റ് ന്യൂക്ലിയസിന്റെ ഉള്ളിലേക്ക്. ഇത് എവിടെ കിടക്കുന്ന കാണിച്ചേക്കണണ്ടാ? ഈ ഒരു പിക്ചർ കാണിച്ചേക്കണണ്ടാ? സൈറ്റോപ്ലാസം, അതിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ്, ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ചെയ്യാണ്. കണ്ടാ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറയാ. രണ്ടാമത്തെ എന്താ? ബയോലിസ്റ്റിക്സ്. ബയോലിസ്റ്റിക് അഥവാ ജീൻ ഗൺ. ജീൻ ഗൺ, അവരുടെ പേര് ഓർത്ത് വെക്കണം, ബയോലിസ്റ്റിക്സ് കേട്ടാ. സെൽസ് ആർ ബോംബേർഡ് വിത്ത് ഹൈ വെലോസിറ്റി ഓഫ് മൈക്രോ പാർട്ടിക്കിൾസ് ഓഫ് ഗോൾഡ് ഓർ ടങ്സ്റ്റൺ കോട്ടഡ് വിത്ത് DNA. അതായത് നമ്മുടെ DNA ഇനി എന്ത് ചെയ്യും? ടങ്സ്റ്റണിലേക്കോ ഗോൾഡിലേക്കോ ഒക്കെ കയറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മൈക്രോ പാർട്ടിക്കിൾസ് വെച്ച് കയറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മളിങ്ങനെ DNA-യിലേക്ക് മീൻസ് നമ്മുടെ ഹോസ്റ്റ് പ്ലാന്റ്സിലേക്കാണ് ഈ ഒരു ടെക്നിക്സ് ചെയ്യാം. നമ്മൾ ഈ കണക്കിന് കണ്ടോ, ഇതുപോലെ അങ്ങോട്ട് ഗണ്ണ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഈ പറയുന്ന DNA കൊണ്ട് ഈ ഗോൾഡ് പാർട്ടിക്കിൾസ് പ്ലാന്റ്സിലേക്ക് കടന്നിട്ട് അതിന്റെ സെൽസിലേക്ക് പോകും. കണ്ടോ? പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡിസ്ആർംഡ് പാത്തോജൻ വെക്ടേഴ്സ്, അതായത് ഹാംഫുൾ ഒന്നും വരുത്താത്ത പാത്തോജൻ വെക്ടേഴ്സിന് ഉപയോഗിക്കും. ഇതിലേക്ക് നമ്മൾ നമ്മുടെ റീകോംബിനന്റ് DNA നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ഹോസ്റ്റിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് അവിടെ വന്ന് പെറ്റുപെരുകും. നമുക്ക് വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. മെയിൻ ആയിട്ട് ഈ പറയുന്ന മൈക്രോ ഇഞ്ചക്ഷനും ഡിസ്ആർംഡ് പാത്തോജൻസ് ഒക്കെയാണ് നമ്മുടെ ഹ്യൂമൻസിന്റെ അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസിന്റെ കേസിലൊക്കെ ഉപയോഗിക്കാം. ബയോലിസ്റ്റിക്സ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ പ്ലാന്റ്സിന്റെ കേസിലായിരിക്കും. ഓക്കെ, അപ്പോ ഏതൊക്കെ മെത്തേഡ്സ് ആണെന്ന് പഠിച്ചില്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം പ്രോസസ് ഓഫ് റീകോംബിനന്റ് DNA ടെക്നോളജി. നമ്മൾ പറഞ്ഞ തന്നെയാണ്, പക്ഷെ അതിൽ നമുക്ക് കുറച്ച് ടെക്നിക്സ്, രണ്ട് ടെക്നിക്സ് ഇതിൽ പഠിക്കാണ്ട് മക്കളെ. ദാറ്റ് ഈസ് ജെൽ ഇലക്ട്രോഫോറോസിസ് ആൻഡ് PCR ടെക്നോളജി. നോക്കൂ, ഐസൊലേഷൻ ഓഫ് ദി ജെനറ്റിക് മെറ്റീരിയൽ നമ്മൾ പഠിച്ചു ഇല്ലേ? നമ്മൾ പഠിച്ചു ജെനറ്റിക് മെറ്റീരിയലിന്റെ ഐസൊലേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ എന്താണ് കട്ടിംഗ് ഓഫ് DNA അറ്റ് സ്പെസിഫിക് ലൊക്കേഷൻ ആരുപയോഗിച്ച? റെസ്ട്രിക്ഷൻ എൻസൈംസ് അല്ലെങ്കിൽ HindII. പിന്നെ ഏതൊക്കെ മക്കളെ? HindII ഉണ്ട്, ECOR1 ഉണ്ട്, പിന്നെ ആരാ? ഏതൊക്കെ റെസ്ട്രിക്ഷൻ എൻസൈംസ് പറഞ്ഞേ? പറയൂ. HindII, BAM-H1 ഇല്ലേ? SAL1 പഠിക്കണം കേട്ടോ. പോയാ പറയണം, കുട്ടി പോയാ? പിന്നെന്താണ്? ഓക്കെ, ആംപ്ലിഫിക്കേഷൻ ഓഫ് ദി ഇൻട്രസ്റ്റ് യൂസിങ് PCR. അതായത് വേറൊന്നല്ല, ആർട്ടിഫിഷ്യലി നമ്മൾ എന്താണ് DNA മൾട്ടിപ്ലിക്കേഷനെയാണ് PCR എന്ന് പറയുന്നത്. ആംപ്ലിഫിക്കേഷൻ ചെയ്യാം. പിന്നെന്താണ്? ഇൻസേഷൻ ഓഫ് റീകോംബിനന്റ് DNA ഇൻടു ദി ഹോസ്റ്റ് സെല്ല് നമുക്കറിയാം. പിന്നെന്താണ്? ഒബ്റ്റൈനിങ് ഓഫ് ദി ഫോറിൻ ജീൻ പ്രൊഡക്റ്റ്, നമുക്ക് പ്രൊഡക്റ്റിന് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. പിന്നെന്താണ്? ഡൗൺ സ്ട്രീം പ്രോസസ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മുടെ റീകോംബിനന്റ് DNA ടെക്നോളജിയുടെ ടൂൾസ് വരിക. നമുക്ക് ഐസൊലേഷൻ അല്ലെങ്കിൽ കട്ടിംഗ് ഓഫ് സ്പെസിഫിക്കേഷൻ ജീൻസിലേക്ക് പോവാം. ഓക്കെ, നോക്കുക, കട്ടിംഗ് ഓഫ് DNA അറ്റ് സ്പെസിഫിക് ലൊക്കേഷൻ. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ആണ് മക്കളെ ഏത്?
ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്ത്? ജെൽ ഇലക്ട്രോഫോറോസിസ്. കേട്ടിട്ടുണ്ടോ ഈ ഒരു ടെക്നോളജി? എന്താണ് ജെൽ ഇലക്ട്രോഫോറോസിസ്? കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഇതിൽ നമ്മൾ എന്ത് ചെയ്യാണ്? പ്യൂരിഫൈഡ് DNA നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്തതിനു ശേഷം റെസ്ട്രിക്ഷൻ എൻസൈംസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ കോട്ട് ചെയ്യും ഇല്ലേ? റെസ്ട്രിക്ഷൻ എൻസൈംസ് വെച്ച് കട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് നമ്മൾ അതിനെ കട്ട് ചെയ്തെടുക്കാണ് കേട്ടോ. കണ്ടോ? റെസ്ട്രിക്ഷൻ എൻസൈംസ് വെച്ചിട്ട് അതിനെ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? ഞാൻ പറഞ്ഞു നമ്മുടെ നമ്മുടെ DNA ചാർജ് ചെയ്ത മക്കളെ, DNA ചാർജ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് അല്ലേ? അപ്പൊ നമ്മള് നമ്മുടെ ജെൽ ഇലക്ട്രോഫോറോസിസില് നമ്മൾ രണ്ട് ഇവിടെ എന്തുണ്ടാവും? പോസിറ്റീവും നെഗറ്റീവും ഉണ്ടായിരിക്കും. അപ്പോ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള നമ്മുടെ DNAs പോസിറ്റീവ്ലി ചാർജ്ഡ് ആനോഡിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോയി എടുക്കും. നമുക്ക് ഇവരെ സെപ്പറേഷൻ ചെയ്യാനാണ് പോണത്. ഓക്കെ, അഗാരോസ് എന്ന് പറഞ്ഞിട്ടുള്ള മീഡിയ ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിനുശേഷം റെസ്ട്രിക്ഷൻ എൻസൈംസ് വെച്ചിട്ട് നമ്മൾ അതിനെ ഡൈജസ്റ്റ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യും? ഇങ്ങനെ കുഞ്ഞു ബാൻസ് ആയിട്ട് കിടക്കും. അങ്ങനെ വലിയ വലിയ ബാൻസ് ഒക്കെ ഈ DNA നമ്മുടെ എന്ത് ചെയ്യും? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആനോഡിന്റെ അവിടേക്ക് വന്ന് കിടക്കും. അത് ചെറിയ ചെറിയതൊക്കെ താഴ്ത്തോട്ടും വലുതൊക്കെ മുകളിലേക്കും. കണ്ടോ? ലാർജസ്റ്റ് വൺസ് ഒക്കെ മുകളിലേക്കും സ്മോളസ്റ്റ് വൺസ് ഒക്കെ താഴ്ത്തോട്ടുമായിട്ട് കിടക്കും. കണ്ടോ? അതിനുശേഷം എന്ത് ചെയ്യും? അതിനെ നമ്മള് ജെൽ ഇലക്ട്രോ ഈ പറഞ്ഞ പോലെ അപ്പോ ജെൽ ഇലക്ട്രോഫോറോസിസിൽ നമ്മൾ ഡിസൈഡ് ജീൻസിനെ കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ ഡിസൈഡ് റെസ്ട്രിക്ഷൻ എൻസൈംസ് വെച്ച് അതിനെ കട്ട് ചെയ്തു. കണ്ടോ? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആനോഡിന്റെ ആ ഭാഗത്തോട്ടായിരിക്കും DNAs കൂടുതൽ വരിക. കാരണം എന്താ? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള DNAs ആയിരിക്കും. അതിനുശേഷം ലാർജസ്റ്റ് വൺസ് ഒക്കെ മുകളിൽ കിടക്കും. ചെറുത് എന്ത് ചെയ്യും? ആ സീവ്, അതായത് ഈ അഗാരോസ് എന്ന് പറഞ്ഞ മീഡിയത്തിന് ഇങ്ങനെ കുഞ്ഞു പോർസ് ഉള്ള ഒരു മീഡിയ ആയിരിക്കും. സോ ഇതിന്റെ അടിയിൽ കൂടെ എന്ത് ചെയ്യും? ചെറിയ DNAs ഒക്കെ ഇങ്ങനെ പോകും. വലുത് അതിന്റെ മുകളിൽ തന്നെ കിടക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഡൈ ചെയ്യും ഇല്ലേ? എന്ത് വെച്ചിട്ടാ ഡൈ ചെയ്യാ? എത്തിഡിയം ബ്രോമൈഡ്. എഥീഡിയം ബ്രോമൈഡ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഡൈ ചെയ്യും. എഥീഡിയം ബ്രോമൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള എഥീഡിയം ബ്രോമൈഡ് വെച്ചിട്ട് നമ്മൾ ഇതിനെ ഡൈ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? UV റേഡിയേഷനിലൂടെ നമ്മൾ അതിനെ നോക്കും ഇല്ലേ? UV റേഡിയേഷനിലൂടെ നോക്കുമ്പോ ഏത് കളറിലാ അത് വരിക? ബാൻഡ്സ് നമുക്ക് ഇങ്ങനെ ഓറഞ്ച് കളറിൽ, ഓറഞ്ച് അല്ല കേട്ടോ, ഇതാ ഓറഞ്ച് കളറിൽ ഇങ്ങനെ ബാൻഡ് പോലെ കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ജെൽ ഇലക്ട്രോഫോറോസിസ് എന്ന് പറയുന്നത്. ഐസൊലേഷൻ ആൻഡ് സെപ്പറേഷൻ ഓഫ് ദി ഡിസൈർഡ് ജീൻസ് ചെയ്യാനുള്ള ടെക്നിക്കാണ് അഗാരോസ് ജെൽ ഇലക്ട്രോഫോറോസിസ്. ക്ലിയർ ആയോ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? DNA ബാൻഡ്സ് ഇതിൽ നിന്ന് നമ്മൾ അഗാരോസിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഇലൂഷൻ. എന്താ? ഇലൂഷൻ. ക്ലിയർ ആയോ? ഇലൂഷൻ. ഓക്കെ, ജെൽ ഇലക്ട്രോഫോറോസിസ് എന്താന്ന് മനസ്സിലായാ? അതിരിക്കുന്നവരുണ്ടായി മക്കളെ. വേറെ ഒന്നല്ല, നമ്മൾ കുറെ ടെക്നിക്സ് പറഞ്ഞല്ലോ. ആ ടെക്നിക്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓരോ ടൂൾസ് ആണ് മിസ് പറഞ്ഞത് കേട്ടാ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എന്താണ്? നമ്മുടെ ഡിസൈർഡ് ജീനെ ഐസൊലേഷൻ ചെയ്യാനും അതുപോലെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? നമ്മുടെ ജെൽ ഇലക്ട്രോഫോറോസിസ്. ഓക്കെ,
ക്ലിയർ ആയോ? രണ്ടാമത്തെ പ്രോസസ് ആണ് എന്ത്? കട്ടിങ് ഓഫ്. ഇതാ തന്നെ ജീൻ നമ്മുടെ ഇലൂഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞത്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മുടെ എന്ത്? ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് യൂസിങ് PCR. ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണാം. ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ആരുമില്ല മക്കളെ, നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ആ ഡിസൈഡ് ജീൻസ്. കാരണം ഈ ജീൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പോസ്റ്റിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ജീൻസിനെ പറയുന്ന വേറൊരു പേരാണ് എന്ത്? ഇൻട്രസ്റ്റ് ഓഫ് ജീൻസ് കേട്ടാ. സോറി, ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കേട്ടാ. എന്താണ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് മനസ്സിലായോ? അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ആർട്ടിഫിഷ്യലി ഇവിടെ ഒരു പിക്ചറിൽ കൊടുത്തേക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു നമ്മൾ ഇൻവിട്രോ ഫിൽട്ടർ എന്താ പറയാ, നമ്മളിങ്ങനെ ലാബിലൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന, അതായത് ഡിസൈഡ് ജീനിന്റെ മൾട്ടിപ്ലിക്കേഷൻ. ഇത് ഡിസൈഡ് ജീൻസ് ആണ്. ഇതുപോലെ കുറെ കോപ്പീസ് നമ്മളിവിടെ ടൈമർ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ PCR വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറെ കോപ്പീസ് അതിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഡബിൾ സ്റ്റാൻഡിൽ കിടക്കുന്ന DNA എന്ത് ചെയ്യും? സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്കും. അതിനുശേഷം പ്രൈമേഴ്സ് ആഡ് ചെയ്തു, അതിന് അനീലിംഗ് ചെയ്തിട്ട് കണ്ട ഇതുപോലെ 2 സ്റ്റാൻഡ് ആക്കി മാറ്റും. ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി സിന്തസിസ് ഓഫ് multiple copies of the gene of interest in vitro using 2 set of primers and the enzyme DNA polymerase. കണ്ടോ? ഈ പേര് ഓർത്ത് വെക്കണം, DNA polymerase. ഓക്കെ, ക്ലിയർ? പിന്നെ പ്രൈമേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? ഒലിഗോ ന്യൂക്ലിയോടൈഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൈമേഴ്സ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഈ പ്രൈമേഴ്സിന് എന്തുണ്ട്? നമ്മുടെ നമ്മുടെ DNA കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. കണ്ടോ? നമ്മുടെ DNA സ്ട്രാൻഡിനോട് കുറച്ച് കോംപ്ലിമെന്ററി ഉള്ള പ്രൈമേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രൈമേഴ്സ് ഏതൊക്കെയാ? പ്രൈമേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാ മക്കളെ? ഒലിഗോ ന്യൂക്ലിയോടൈഡ്സ് കേട്ടാ. കണ്ട, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പഠിക്കണ്ട നിങ്ങള്. കാരണം നമുക്ക് ഇതിന്റെ പ്രോസസ്സ് ഫുള്ള് എഴുതി കൊടുക്കാനൊന്നും ചോദ്യം വരില്ല. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും വരിക കേട്ടാ. ഓക്കെ, അപ്പൊ പ്രൈമർ ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ DNA പോളിമറൈസും. കാരണം എന്താണ്? DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ്. കാരണം DNA-നെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണത്. RNA-നെയാണ് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരെ ഉപയോഗിക്കുക? RNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസിനെ ഉപയോഗിക്കുക. കണ്ടാ? RNA ഡിപ്പെൻഡന്റ്. കാരണം എന്താ? നമ്മുടെ RNA-നെയാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ആരെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് മക്കളെ? DNA-നെയാണ്. സോ നമ്മൾ ആര് ഉപയോഗിക്കുക? DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ്. ക്ലിയർ? ഓക്കെ ഓക്കെ ഓക്കെ, നമുക്കിനി ഇതിന്റെ സ്റ്റെപ്പിലേക്ക് പോവാം. PCR. ഇങ്ങനെ ഒരു പടം നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടാവും. NCERT ടെക്സ്റ്റ് ബുക്കിൽ നിർബന്ധമായിട്ടും കണ്ടിരിക്കുന്ന ഒരു പടമാണ്. What are the steps of PCR technology? Denaturation. What do you mean by denaturation? First step എന്താണ്? ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA-നെ മുറിച്ച് സിംഗിൾ സ്റ്റാൻഡ് ആക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് മക്കളെ ഡീനാച്ചുറേഷൻ. എന്താണ് ഇവിടെ ഉപയോഗിക്കുന്നത്? DNA 2 സ്റ്റാൻഡിൽ കിടക്കുന്ന DNA-നെ എന്ത് ചെയ്യുമ്പോഴാണ് അവർ ചെയ്യുന്നത്? ഹീറ്റ് ചെയ്യാണ്. അവിടെ ഹൈ ഹീറ്റിംഗ് അവിടെ കൊടുക്കും. ഹൈ ഹീറ്റിംഗ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരുമിച്ച് നിൽക്കുന്ന ഹൈഡ്രജൻ ബോൺസ് ഒക്കെ വിട്ട് നിൽക്കും. അങ്ങനെ 2 ലെയർ ആയിട്ട് അവർ മാറും. കണ്ട മക്കളെ? ക്ലിയർ? ക്ലിയർ? നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ത്? അനീലിംഗ്. വാട്ട് ഈസ് ദി അനീലിംഗ്? ആഡിങ് ഓഫ് പ്രൈമേഴ്സ്. കണ്ട? പ്രൈമറിനെ ആഡ് ചെയ്ത് കൊടുക്കാണ്. ഏതാ നമ്മുടെ പ്രൈമർ? പ്രൈമർ ഏതാ? ഇപ്പൊ തന്നെ പറഞ്ഞു, ഒലിഗോന്യൂക്ലിയോടൈഡ്. യെസ്. ഈ പറയുന്ന ആളുടെ പേരെന്തായിരുന്നു? എനിക്ക് ആൻസർ പറയുന്ന ആളുടെ പേരെന്തായിരുന്നു? കൃഷ്ണപ്രിയ. അനുശ്രീ. ഓക്കെ, വേറെ ആരും ഇല്ലേ ക്ലാസ്സില്? സാം, മാളവിക. ഓക്കെ,
ഓക്കെ മക്കളെ, അപ്പൊ അനീലിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്ത് കൊടുത്തു. നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ചാപ്റ്റർ പഠിച്ചിട്ട് പോകണ്ട മക്കളെ. ഇപ്പൊ മിസ് ഈ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നിങ്ങൾ ഈ ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇതിന് ഷുവർ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. വെരി വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇതിനൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങളുടെ +2 പോർഷൻസ് ആയതുകൊണ്ട് നിങ്ങൾ അധികം മറന്നുണ്ടാവില്ല. +1 ആണ് പിന്നെ നിങ്ങൾ ഓർത്തെടുത്ത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ പഠിക്കണം. മിസ് പറയണ ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ത്? വെരി സിമ്പിൾ സ്റ്റെപ്പ്, എക്സ്റ്റൻഷൻ. എക്സ്റ്റൻഷൻ നമ്മൾ എന്താ ചെയ്യാ? DNA പോളിമറൈസ് അഥവാ ടാഗ് പോളിമറൈസിനെ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്ത് കൊടുക്കും. കാരണം എന്താ? നമ്മൾ DNA നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കോപ്പീസ്. സോ വി ആർ യൂസിങ് DNA ഡിപെൻഡന്റ് DNA പോളിമറൈസ് അഥവാ ടാഗ് പോളിമറൈസ്. ഓക്കെ, അപ്പൊ കണ്ട മക്കളെ, പ്രൈമറിനെ ആഡ് ചെയ്തപ്പോ ചെറുതായിരുന്നു. ഇവിടെ കണ്ട 3' ആയതുകൊണ്ട് ഇവിടെ എപ്പോഴും 5' ആണ് വരിക. ഇവിടെ 5' ആയതുകൊണ്ട് ഇവിടെ 3' ആയിരിക്കും വരിക. അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. ആന്റി പൊളാരിറ്റി ആയിരിക്കും നമ്മുടെ DNA സ്ട്രാൻഡ്സ്. ഓക്കെ, ദേ ആർ ഓൾവേസ് ആന്റി പൊളാരിറ്റി. സെയിം പൊളാരിറ്റി ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, സോ ഇവിടെ പ്രൈമേഴ്സ് ആഡ് ചെയ്തപ്പോ 5' to 3'ഉം 3' to 5' വന്നു. അങ്ങനെ അതിന് ശേഷം ടാഗ് പോളിമറൈസ് ആഡ് ചെയ്തപ്പോ അതിങ്ങനെ നീണ്ടു വന്നു. കണ്ട, അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോ നമ്മൾ ഇങ്ങനെ വലുതാക്കി കൊണ്ടുവന്നു. ആംപ്ലിഫൈഡ് ജീന കിട്ടി. കണ്ട, 30 സൈക്കിള് ഇതുപോലെ ചെയ്യും. അപ്പൊ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കോപ്പീസ് കിട്ടും. അതായത് ഒരു സ്റ്റാൻഡിൽ നിന്ന് 2 എണ്ണം ഉണ്ടാവും. പിന്നെ നമ്മൾ കുറെ കൂടി ടൈം മാറ്റി വെക്കുമ്പോ കൂടുതൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇൻ വിട്രോ കണ്ടീഷനിൽ നമ്മൾ ഡിസൈഡ്, അതായത് ഇൻട്രസ്റ്റ് ഓഫ് ജീനെ കോപ്പി ചെയ്യുന്ന മൾട്ടിപ്പിൾ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. കിട്ടിയോ? സോ നമുക്ക് ഈ ചാപ്റ്ററിൽ 2 ടെക്നിക്കാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. വൺ ഈസ് ജെൽ ഇലക്ട്രോഫോറോസിസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് PCR. അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന ആൾക്കാരെ പഠിക്കുക. ഏതൊക്കെയാണ്? അഗാരോസ് മീഡിയം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എഥീഡിയം ബ്രോമൈഡ് ആണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? എഥീഡിയം ബ്രോമൈഡ് ആണ് നമ്മൾ ഡൈയിങ്ങിന് ഉപയോഗിക്കുന്നത്. UV ലൈറ്റിലൂടെയാണ് നമ്മൾ അതിനെ വിസിബിൾ ചെയ്യണത്. ഓക്കെ, നെക്സ്റ്റ് PCR നമ്മൾ എന്താണ്? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ്. സോ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൈമർ ഏതാണ്? oligonucleotide that is resemble to the DNA. Then polymerase ഏതാണ്? What are the polymerase? Tag polymerase അഥവാ DNA dependent DNA polymerase. Okay, കിട്ടിയോ? Yes, miss. ഓക്കെ, അപ്പൊ ഈ സ്റ്റെപ്പ് എന്തായാലും പഠിക്കണം. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അടുത്തേക്ക് പോവാം. സമയത്രേ ഓക്കെടാ. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പൊ ഇത്രയാണ് മക്കളെ നമ്മുടെ എന്തിൽ വരുന്നത്? ഈ ഒരു സ്റ്റെപ്സിൽ വരുന്നത്. അതിനുശേഷം ഇൻസേർഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇൻസേർട്ട് ചെയ്യാൻ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. ഓക്കെ, 4ാമത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും മക്കളെ? ഇൻസേർഷൻ അല്ലേ? ഇൻസേർഷൻ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള DNA നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഹോസ്റ്റ് സെല്ലിലേക്ക് എത്തിച്ചു കൊടുക്കും ഇല്ലേ? ട്രാൻസ്ഫോംഡ് അതായത് റീകോമിനന്റ് DNA കേറിയിട്ടുള്ള ആ സെല്ലിനെ പറയുന്ന പേരാണ് എന്ത്? ഇപ്പൊ നമ്മൾ ഇതിലേക്ക് റീകോമിനന്റ് DNA ചേർത്തു. അപ്പൊ ഇത് ഈ വരുന്ന ആളെ പറയുന്ന പേരാണ് എന്ത്? ട്രാൻസ്ഫോർമഡ് സെൽസ് കേട്ടോ. ഇത് മറക്കരുത്, ട്രാൻസ്ഫോംഡ് സെൽസ്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഹോസ്റ്റിലേക്ക് എല്ലാതും എത്തിയതിനു ശേഷം നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഫോറിൻ ജീൻ പ്രൊഡക്റ്റിനെ കിട്ടും ഇല്ലേ? നമുക്കിപ്പോ ഈക്കോളൈന് നമ്മൾ എന്ത് ചെയ്തു? എന്ത് റെസിസ്റ്റന്റ് ആക്കിയ? കോഹിറുമ്പോയിനും കൂടിയിട്ട് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആക്കി ഇല്ലേ? അങ്ങനെ ശേഷം നമുക്ക് ഈക്കോളൈ വെച്ചിട്ട് നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് ഈക്കോളൈയുടെ
ഫ്യൂച്ചർ കിട്ടി. അതുപോലെ തന്നെ ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എന്താണ് നമ്മുടെ ഇതാണ് കേട്ടോ. എന്തായിരുന്നു ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. അപ്പൊ ഇതുപോലെ എന്താണ് നമ്മുടെ ഒപ്റ്റൈനിങ് ഫോറിൻ DNA ജീൻ പ്രൊഡക്റ്റിന് നമ്മൾ ഉപയോഗിക്കുകയാണ്. ഒപ്റ്റൈനിങ് ജീൻ പ്രൊഡക്റ്റിന് നമ്മൾ എടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അതായത് ഈ ഫോറിൻ പ്രൊഡക്ട്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് എന്ത്, ബയോ റിയാക്ടർ കേട്ടാ. അപ്പൊ നമ്മൾ ഈ PCR വരെ എന്തായാലും നിങ്ങൾ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ മിസ് ഇനി പറയാൻ പോകുന്ന ബയോ റിയാക്ടേഴ്സ് കേട്ടാ. ബയോ റിയാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഡിസൈറബിൾ ആയിട്ടുള്ള ജീൻ പ്രൊഡക്റ്റിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതാണ് എന്ത്, ബയോ റിയാക്ടേഴ്സ്. ദീസ് ആർ ദി വെസൽസ് വിച്ച് raw materials are biologically converted into specific product. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതുപോലൊരു എന്തായിരിക്കും, ഇങ്ങനെ ഒരു നമ്മളൊരു എന്താണ് ഇപ്പൊ കുറ്റിക പോലെ ഇത് നമ്മൾ എന്തായിരിക്കും നമ്മുടെ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് പോലെ ഉണ്ടായിരിക്കും. ഇവിടെ എന്താ നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോളിങ്ങും അങ്ങനെ കുറെ ഇതൊക്കെ ആയിട്ടൊരു യൂണിറ്റ് ആയിരിക്കും എന്ത്, ബയോ റിയാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യാ, നമ്മുടെ റോ മെറ്റീരിയൽസിനൊക്കെ ഇട്ട് കൊടുക്കുന്നതിനകത്തേക്ക്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത്ര ടൈമൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കും. കോമൺലി യൂസ് ചെയ്യുന്ന ബയോ റിയാക്ടറിനെ പറയുന്ന പേര് എന്തായിരിക്കും, സ്റ്റിറിംഗ് ടൈപ്പ് ആണ് കേട്ടോ മക്കളെ. എന്തായിരുന്നു, സ്റ്റിറിംഗ് ടൈപ്പ് ബയോ റിയാക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ ഓക്കെ മിസ്. ക്ലിയർ ആയോ? ഓക്കെ, ഓക്കെ. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ആറാമത്തെ സ്റ്റെപ്പാണ് എന്ത്, അഞ്ചാമത്തെ സ്റ്റെപ്പിലാണ് നമ്മുടെ എന്ത് വരിക, ബയോ റിയാക്ടേഴ്സ് വരിക. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു, ഒബ്റ്റൈനിങ് ഓഫ് ഫോറിൻ പ്രൊഡക്ട്സ്. ഫോറിൻ ജീനോം പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാണ് കേട്ടോ. ഫോറിൻ ജീൻ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുത്തു. ആറാമത്തെ എന്താണ്, സിമ്പിൾ പ്രൊഡക്റ്റ് സ്റ്റെപ്പാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. എന്താണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ബയോ റിയാക്ടേഴ്സ് വെച്ച് നമ്മൾ എന്തുണ്ടാക്കി, നമ്മുടെ ബയോ പ്രൊഡക്ട്സ് ഉണ്ടാക്കിയെടുത്തു ഇല്ലേ. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് എന്തുണ്ടായിരിക്കും മക്കളെ, നമുക്ക് കുറെ കണ്ടാമിനേറ്റഡ് കാര്യങ്ങളും എന്താ പറയാ ഇത്ര വൃത്തിയോ, നമ്മളിപ്പോ മെഡിസിൻ ഒക്കെ ഉണ്ടാക്കുമ്പോ എന്ത് വേണം, നമുക്ക് അത്രയും ഹൈജീനോട് വേണ്ടി ഉണ്ടാക്കിയെടുത്താലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ ഉപയോഗിക്കുന്ന മെഡിസിൻസ് തന്നെ നമ്മുടെ കൊലയാളികളായിട്ട് മാറും ഇല്ലേ. സോ നമുക്ക് എന്ത് വേണം, ഈ ബയോ പ്രൊഡക്ട്സിനെ പ്യൂരിഫിക്കേഷൻ ചെയ്യുന്ന ആ സ്റ്റെപ്പിനെ പറയുന്ന പേരാണ് എന്ത്, പ്യൂരിഫിക്കേഷൻ ഓഫ് ബയോ പ്രൊഡക്റ്റ് ഇല്ലേ. നമ്മൾ ഇത്രയും പണിയെടുത്തത് എന്തിനു വേണ്ടിയിട്ടാ, ഈ ഒരു ബയോ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ നമ്മൾ ലാസ്റ്റ് കൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാണ്ട് നമ്മൾ നേരിട്ട് അതിനെ മെഡിസിൻ ആക്കിയിട്ട് നേരിട്ട് നമ്മൾ അങ്ങനെ മെഡിസിൻ ആക്കി പാക്കറ്റിലാക്കി കൊടുത്തിട്ട് കാര്യമുണ്ടോ, ഇല്ല. അപ്പൊ നമ്മൾ അതിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന സ്റ്റെപ്പാണ് എന്ത്, ബയോ പ്യൂരിഫിക്കേഷൻ നടത്തുന്ന സ്റ്റെപ്പാണ് എന്ത്, ഡൗൺ സ്ട്രീം പ്രോസസ്. ക്ലിയർ? ഓക്കെ മിസ് പറയാം, സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് പ്രൊഡക്ട്സ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഡൗൺ സ്ട്രീം പ്രോസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ മക്കളെ? റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ അനുശ്രീ. ഓക്കെ, അതായത് വേറൊന്നുമല്ല, നമ്മൾ ഹോസ്റ്റിലേക്ക് എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് വേണ്ട ഡിസൈറബിൾ ബയോ പ്രൊഡക്ട്സിനെ ഉണ്ടാക്കിയെടുക്കാണ് അല്ലെ. ഫോറിൻ ബയോ പ്രൊഡക്ട്സിനെ ഉണ്ടാക്കിയെടുക്കാണ്. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് എന്ത്, നമ്മൾ ഉപയോഗിച്ച ഒരു ടെക്നിക്കാണ് ബയോ റിയാക്ടർ. നമ്മൾ എന്ത് ഇട്ടുകൊടുക്കും, നമ്മുടെ റോ മെറ്റീരിയൽസിനൊക്കെ ഇട്ടുകൊടുക്കും ഇല്ലേ. റോ മെറ്റീരിയൽസിനൊക്കെ ഇട്ടുകൊടുത്ത് നമ്മൾ ഉപയോഗിക്കും. കോമൺലി യൂസ് ചെയ്യുന്നത് എന്താണ്, സ്റ്റിറിംഗ് ടൈപ്പ് ബയോ റിയാക്ടറിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ത്, ഡൗൺ സ്ട്രീം പ്രോസസ്സിൽ എന്താ ഉണ്ടാവുക, പ്യൂരിഫിക്കേഷൻ നടത്താണ്. പ്യൂരിഫിക്കേഷൻ ആൻഡ് സെപ്പറേഷൻ. ഇത്ര കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബയോടെക്നോളജി നമുക്ക് നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. ക്ലിയർ ആയോ? സിമ്പിൾ ചാപ്റ്റർ അല്ലേ, കുഞ്ഞു ചാപ്റ്ററാണ്, സിമ്പിൾ ആയിട്ട് പഠിക്കാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? മിസ് പറയുന്ന ഓർഡറിൽ
പഠിച്ചു വെക്കോ, ഞാൻ എഴുതാട്ടോ. ശ്രദ്ധിച്ചോ, എല്ലാരും ശ്രദ്ധിക്കുക. എന്താണ് ബയോടെക്നോളജി? വാട്ട് ഈസ് ബയോടെക്നോളജി എന്ന് പഠിക്കുക. 2 പ്രിൻസിപ്പിൾസ് നമ്മൾ പറഞ്ഞില്ലേ, ഏതൊക്കെയാ? ജെനറ്റിക് എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുക. കോഹിൻ ആൻഡ് ബോയറിന്റെ കാര്യം പഠിക്കണം. കോഹിൻ ആൻഡ് ബോയറിന്റെ കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ. 4ാമത്തെ എന്താ പഠിക്കേണ്ടത്? ടൂൾസ് പഠിക്കുക കേട്ടോ മക്കളെ. ടൂൾസ് ഏതൊക്കെയാ? സിസേഴ്സ്, പിന്നെന്താ? ലിഗേസ്, എൻസൈംസ്, ക്ലോണിംഗ് വെക്ടേഴ്സ്. എന്താണ് ക്ലോണിംഗ് വെക്ടേഴ്സ് എന്നൊക്കെ മനസ്സിലായില്ലേ? ഡൗട്ട് ഉണ്ടാ? ക്ലോണിംഗ് വെക്ടേഴ്സ് പഠിക്കുക. പിന്നെന്താ? ഹോസ്റ്റ് പഠിക്കുക. ഇതിനൊക്കെ ക്ലോണിംഗ് വെക്ടറിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നതാണ് ആര്? PBR322. ഓക്കെ. അവരുടെ എന്താണ്? സെലക്ടബിൾ മാർക്കേഴ്സ് പഠിക്കുക. അതുപോലെ തന്നെ എന്താണ്? അവരെ ഈ സെലക്ടബിൾ മാർക്കേഴ്സിനെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന റെസ്ട്രിക്ഷൻ എൻസൈംസ് പഠിക്കുക. ഓക്കെ. പിന്നെന്താണ്? നെയിമിംഗ് ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈംസ്, നെയിമിംഗ് പഠിക്കുക. 6ാമത്തെ എന്താ? പാലിൻഡ്രോമിക് സീക്വൻസസ് എന്താന്ന് പഠിക്കുക. അവർ കട്ട് ചെയ്യണത് ആരാ? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് ആണ് പാലിൻഡ്രോമിക് സീക്വൻസസിനെ കട്ട് ചെയ്യുക, അല്ലേ? ഓക്കെ. 7ാമത്തത് നമ്മൾ എന്താ പറഞ്ഞത്? ടെക്നിക്സ് പഠിക്കുക കേട്ടോ. ടെക്നിക്സ് പഠിക്കുക. 8ാമത്തത് പഠിക്കേണ്ടത് ജെൽ ഇലക്ട്രോഫോറോസിസ്. അതിന്റെ ടെക്നിക്സ് പഠിക്കുക. ഡൈയുടെ പേര് പഠിക്കണം. പിന്നെന്താണ്? മീഡിയത്തിന്റെ പേര് പഠിക്കണം. ഡൈ ഏതാ? എഥീഡിയം ബ്രോമൈഡ്. ഞാൻ ഷോർട്ടാക്കിയാണ് എഴുതുന്നത്. ഞാൻ എഴുതുന്നത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി മക്കളെ. എഥീഡിയം ബ്രോമൈഡ് പഠിക്കണം. പിന്നെ ഏതാ? അഗാരോസ് മീഡിയം പഠിക്കണം. ഓക്കെ. ലാസ്റ്റ് ഏതാ? PCR ടെക്നോളജി. എന്താണ്? PCR-ന്റെ 3 സ്റ്റെപ്സ് പഠിക്കുക. വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെന്താണ്? PCR ഉപയോഗിക്കുന്ന പോളിമറിന്റെ പേര് പഠിക്കണം. പിന്നെന്താണ്? പോളിമർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈമറിന്റെ പേര് പഠിക്കണം. ഓക്കെ. പഠിക്കില്ലേ? ഓക്കെ മിസ്. ഓക്കെ. പോളിമർ ആണ് ഇത്. ടാക്ക് പോളിമർ. ഒലിഗോന്യൂക്ലിയോടൈഡ്സ് ആണ് നമ്മുടെ പോളിമർ. അത് പഠിക്കുക. പ്രൈമേഴ്സ് പഠിക്കണം. പോളിമറൈസ്, ടാക്ക് പോളിമറൈസ്, പ്രൈമർ, ഒലിഗോന്യൂക്ലിയോടൈഡ്. ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ പറഞ്ഞത്? ബയോറിയാക്ടറിനെ കുറിച്ച് പഠിച്ചു. ബയോറിയാക്ടർ എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മുടെ ബയോ പ്രൊഡക്ട്സിന്റെ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ബയോ പ്രൊഡക്ട്സിന്റെ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? ബയോറിയാക്ടർ. സ്റ്റിറിംഗ് ബയോ റിയാക്ടർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ മക്കളെ. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ് നമ്മൾ പഠിച്ചത്? ഡൗൺ സ്ട്രീം പ്രോസസ്. ഇത്രയും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത്രയും ഉണ്ട്. 8, 9, 10, 11 ഐറ്റം പഠിക്കുക മക്കളെ. പഠിക്കില്ലേ? സിമ്പിൾ അല്ലേ? ഇത് വായിച്ച എന്തായാലും കിട്ടും. കിട്ടാതിരിക്കാനുള്ളതൊന്നും ഇല്ല ഇതില് നമുക്ക്. കാരണം എന്താണ് മക്കളെ? നിങ്ങളുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ബോർഡ്സിന് വേണ്ടി പഠിക്കുന്ന അത്രയും നീട്ടിപ്പരത്തി എഴുതാനൊന്നും ഉണ്ടാവില്ല. സോ നിങ്ങളൊന്ന് മനസ്സിലാക്കി വായിച്ച് പഠിച്ച് ഒരു 2 വട്ടം മിസ് ഇങ്ങനെ എഴുതിയേക്കണ പോലെ കുഞ്ഞു ഷോർട്സ് ഒക്കെ ആയിട്ട് എഴുതി പഠിക്കുക. അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ നിൽക്കും. ക്ലിയർ ആയോ? യെസ് മിസ്. ക്ലിയർ അല്ലേ? ഓക്കെ. പഠിക്കില്ലേ ഇത്? യെസ് മിസ്. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കേടാ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നത് നമുക്കൊന്ന് കാണാം. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ. കണ്ടോ? 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹിന്റ് ടു ഓൾവേസ് കട്ട് DNA molecules at a particular point called recognition sequence and it consists of. എത്ര ബേസ് പെയർസ് ഉണ്ടായിരിക്കും മക്കളെ അതിന്? ഹിന്റ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എൻഡോ ന്യൂക്ലിയസ് ആണ്. എത്ര ബേസ് പെയർസ് ഉണ്ടായിരിക്കും അതിന്? 6. ഗാറ്റിക്. 6. GAA
പാലിഡ്രോമിക് സീക്വൻസിന്റെ കാര്യം പറഞ്ഞില്ലേ, അതാണ് കേട്ടാ 6. ആരുത്തരം പറഞ്ഞേ? Next question നോക്കൂ. What is the fate of a piece of DNA carrying only gene of interest which is transferred into an alien organism? അതിന്റെ നോക്കാം. The piece of DNA would be able to multiply itself independently in the progeny cells of the organism. ശരിയാണോ? DNA-ക്ക് റെപ്ലിക്കേഷൻ ചെയ്യാനുള്ള കഴിവുണ്ടോ മക്കളെ? ഇല്ല. അപ്പൊ തെറ്റല്ലേ? ഇറ്റ് മേ ഗെറ്റ് ഇന്റഗ്രേറ്റഡ് ഇൻ ടു ദി ജീനോം ഓഫ് ദി റിസപ്ഷൻ. അത് കറക്റ്റാ അല്ലേ? അപ്പൊ ബി കറക്റ്റ് ആണ്. ഇറ്റ് മേ മൾട്ടിപ്പിൾ ആൻഡ് ഇൻ ബി ഇൻഹെറിറ്റഡ് അലോങ് വിത്ത് ദി ഹോസ്റ്റ് DNA. പിന്നെന്താണ്? The alien piece of DNA is not an integral part of chromosome. It shows ability to replicate. ഇതൊക്കെ തെറ്റാണ്. ബിയും സി ആണ് കറക്റ്റ് കേട്ടോ. അപ്പൊ the answer is C. എന്താണ്? നമ്മുടെ റിസപ്ഷൻ ഓർഗാൻസിലേക്ക് പോകും. അതിനുശേഷം എന്താ ഉണ്ടായിരിക്കുക? ഹോസ്റ്റ് DNA കൂടിയായിരിക്കും അത് റെപ്ലിക്കേറ്റ് ചെയ്യാ അല്ലേ? ഹോസ്റ്റ് DNA കൂടിയല്ലടാ റെപ്ലിക്കേറ്റ് ചെയ്യാ. അതെ മിസ്. Yes. Okay. നോക്കൂ. The TA plasmids of Agrobacterium tumefaciens stand for. ഇതായത് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ബാക്ടീരിയാസിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ വരുന്ന ഭാഗമാണിത്. അതിന്റെ ആൻസർ നോക്കട്ടെ കേട്ടോ. നോട്ടിൽ ഞാനത് കൊടുക്കാം. കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഉള്ളത്. ഞാനിപ്പോ കുറെ എക്സാമ്പിൾസ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സി ആണോ മിസ്? സി ആണ്. ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ് ആണ് കേട്ടോ. ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ്സ് ആണത്. സി ആണ്, കറക്റ്റ് ആണ്. കണ്ടോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു സ്റ്റൈല് മനസ്സിലായില്ലേ? ഓക്കെ, നോക്കൂ. നെക്സ്റ്റ് നോക്കിക്കോളൂ. Which of the following is not a selectable markers of cloning vectors? ഞാൻ പേപ്പർ അതായത് ഇത് തരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഉണ്ടായിരിക്കും. ആംബസിലിൻ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? ആംബസിലിൻ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? സെലക്ടബിൾ മാർക്കേഴ്സ് ആണ്. ടെട്രാസൈക്ലിൻ ഉണ്ട്. പിന്നെ ഏതായിരിക്കും ഇതിൽ വരിക? ക്ലോറോഫിനിക്കോൾ കറക്റ്റ് ആണ്. മെട്രിഫോമിൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ കണ്ട ഏതൊക്കെയാണ് സെലക്ടബിൾ കണ്ട ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കണ്ട ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സെലക്ടബിൾ മാർക്കേഴ്സ്. നമുക്ക് എന്തായാലും അറിയാം ടെട്രാസൈക്ലിനും ആംസിലിനും. അപ്പൊ നമ്മൾ അത് പഠിക്കണം. ഓക്കെ. പിന്നെ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നോക്കൂ എന്തായിരിക്കും? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് ഫൈൻഡ് ഇറ്റ് സ്പെസിഫിക് റെക്കഗ്നേഷൻ സീക്വൻസ് ആൻഡ് ബൈൻഡ് ടു ദി DNA. കറക്റ്റ് അല്ലേ? നമ്മൾ പറഞ്ഞു ഹിൻഡ് 2ന്റെ കാര്യം പറഞ്ഞു ഇല്ലേ? സ്പെസിഫിക് സൈറ്റിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യുള്ളൂ. രണ്ടാമത്തെ എന്താണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് കട്ട് ഈച്ച് ഓഫ് ദി 2 strands ഓഫ് ദി ഡബിൾ ഹെലിക്സ് അറ്റ് സ്പെസിഫിക് പോയിന്റ് ഇൻ ദയർ ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക്ബോൺ. കറക്റ്റ് അല്ലേ? ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക്ബോൺ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടാ. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയ സ്ഥിതിക്ക് നോക്കൂ. രണ്ട് കറക്റ്റ് വരുന്ന ഏതാണ്? സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. കറക്റ്റ് അല്ലേ? കണ്ട ഇതാണ് ഞാൻ പറഞ്ഞത്. വായിച്ചാലാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ കേട്ടാ. അപ്പോ എൻഡോന്യൂക്ലിയസും എക്സോന്യൂക്ലിയസും ഇപ്പൊ 3 ക്വസ്റ്റ്യൻ വന്നു കേട്ടാ. കണ്ട 3 ക്വസ്റ്റ്യൻ ആ സിസേഴ്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് മാത്രം വന്നിരിക്കുന്നു. കണ്ട ക്ലിയർ ആയോ? ക്ലിയർ ആയി മിസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. In chromosomes, there is a specific DNA sequence responsible for initiating replication. It is called എന്തായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഓറിസൈറ്റ് കറക്റ്റ് ആണ് കേട്ടോ. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ നടക്കുന്ന ആ ഒരു സൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ഓറിസൈറ്റ്. കണ്ട PBR 322 മനസ്സിലേക്ക് കൊണ്ടുവരണം, പഠിക്കണം. ഓക്കെ, വരച്ചെന്നെ പഠിക്കുക കേട്ടോ. PBR 322 ഇവിടെ ആയിട്ടാണ് ORI സൈറ്റ് വരിക. ഇവിടെ എന്താ? ആംബിസിലിൻ റെസിസ്റ്റന്റ്. ഇവിടെ എന്താ? ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ്. മക്കൾ ഇവരെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻഡോന്യൂക്ലിയസിനെ കുറിച്ച് പഠിക്കണം കേട്ടോ.
ഞാൻ ആ പിക്ചറിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, ആ ഭാഗത്ത് ഈ പേര് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കണം കേട്ടാ. ആ ക്വസ്റ്റ്യൻ ഉണ്ട്, 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഐഡന്റിഫൈ ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഇലക്ട്രോഫോറോസിസ്. ഇലക്ട്രോഫോറോസിസുമായി ബന്ധപ്പെട്ട ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 2024 കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെന്റ്സ് ക്യാൻ ബി ഡയറക്ട്ലി സീൻ അണ്ടർ UV റേഡിയേഷൻ. ചെയ്യാൻ പറ്റുമോ? Separated DNA can be extracted from gel piece. Correct ആണ്. Fragments of DNA move towards anode. മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെഗറ്റീവ്ലി ചാർജ്ഡ് DNA എങ്ങോട്ട് മൂവ് ചെയ്യാം? പോസിറ്റീവ്ലി ചാർജ്ഡ് ആനോഡിലേക്കാണ്. കറക്റ്റ് ആണ്. Sieving effect of agarose gel helps in separation of DNA fragments. കറക്റ്റ് ആണ്. നമുക്ക് സെപ്പറേറ്റഡ് DNA നമ്മൾ എന്ത് ചെയ്ത ഇങ്ങനെ കുറെ DNA ഇവിടെ എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റ് UV വെച്ച് കാണാൻ പറ്റുമോ? ഇല്ല. നമ്മൾ അടുത്ത പ്രോസസ് ചെയ്യാം മക്കളെ. എഥീഡിയം ബ്രോമൈഡ് വെച്ചിട്ട് ഡൈ ചെയ്യും. ഡൈ ചെയ്തതിന് ശേഷം നമ്മള് UV കൊണ്ട് കാണിച്ചാലാണ് നമുക്ക് എന്ത് കളറിൽ കാണാൻ പറ്റുക മക്കളെ? ഓറഞ്ച് ബാൻഡ് ആയിട്ടാണ് കാണുക. ഈ ബാൻഡിന്റെ കളർ പഠിക്കണേ, ഓറഞ്ച് ബാൻഡ് ആയിട്ടാണ് കാണപ്പെടുക. ഓക്കെ, അപ്പൊ കണ്ടോ ക്വസ്റ്റ്യൻ വന്നേക്കണ കണ്ടോ? പഠിക്കില്ലേ നിങ്ങള്? യെസ് മിസ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താണ്? സെലക്ട് ദി റെസ്ട്രിക്ഷൻ endonucleases enzyme whose restriction sites are present for the tetracycline resistance gene in the PBR322 cloning vector. കണ്ടോ? PBR322 cloning vectorല് ടെട്രാസൈക്ലിന്റെ അവിടെ ഉപയോഗിക്കുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഏതാണോ ചോദിച്ചേക്കുന്നത്? ഏതായിരുന്നു? H1ഉം സാൽവണ്ണു കേട്ടോ. കണ്ടോ? ഇതുപോലെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഉണ്ടാക്കി പഠിക്കാം. ഏതൊരു ചാപ്റ്റർ, ഏതൊരു പോർഷൻ പഠിച്ചാലും, ഏതൊരു നമ്മുടെ ബയോളജിയിൽ ഏതൊരു ചാപ്റ്റർ പഠിക്കുമ്പോഴും അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കി ചോദിക്കാം. ഇതിപ്പോ ടെട്രാസൈക്ലിൻ ചോദിച്ചു, ഇനി അവിടെ ആംബിസിലിൻ റെസിസ്റ്റന്റ് ചോദിക്കാം. ഓക്കെ, അപ്പൊ അത് പഠിക്കണം എന്തായാലും. ഇത് ഈ ഒരു ചാപ്റ്റർ നമുക്ക് വിട്ട് കളയാൻ പാടില്ല. നമുക്ക് കുറച്ചും കൂടി എന്താ പറയാ സിംപ്ലി പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. പഠിക്കില്ലേ മക്കളെ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. നമ്മുടെ ഫോളോയിങ് ആർ ദി സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദി പ്രോസസ് ഓഫ് PCR. പോളിമറൈസ് ചെയിൻ റിയാക്ഷനിൽ എന്താണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോസസ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ആ സ്റ്റെപ്സ് ഒന്ന് നോക്കി നോക്കൂ. അനീലിംഗ്, ആംപ്ലിഫിക്കേഷൻ, ഡീനാച്ചുറേഷൻ, ട്രീറ്റ്മെന്റ് വിത്ത് ടാഗ് പോളിമറൈസ് ആൻഡ് ഡിയോക്സിന്യൂക്ലിയോടൈഡ്സ് എക്സ്റ്റൻഷൻ. എന്തായിരിക്കും മക്കളെ ഇതിന്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം. ഡീനാച്ചുറേഷൻ. സി ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരിക. സി ഫസ്റ്റ് വരുന്ന ആകെ ഒരു ഓപ്ഷൻ ഉള്ളൂ, ദാറ്റ് ഈസ് എ. നിങ്ങൾക്ക് അങ്ങനെ കുത്താം. എല്ലാം അറിഞ്ഞില്ലെങ്കിലും ഡീനാച്ചുറേഷൻ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. ആദ്യത്തെ 2 സ്റ്റെപ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇങ്ങനത്തെ ഒക്കെ ഓപ്ഷൻ വന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാനൊരു ട്രിക്കാണിത്. സി ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരിക. ഇവിടെ ഇങ്ങനെ നോക്കുക, സി ആണ് ഫസ്റ്റ് വരുന്നത്. അപ്പൊ സി ഉണ്ട്. ഇപ്പൊ ഇവിടെ സി ഉണ്ടെന്ന് വിചാരിക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു മക്കളെ? അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? അനീലിംഗ് അല്ലേ? അപ്പൊ അത് വരുന്നുണ്ടോ നോക്കാം. കണ്ടോ? കറക്റ്റ്. അപ്പൊ നമുക്ക് കണ്ണടച്ചു കുത്താം. സി എയും വേറെ എവിടെയും വരുന്നില്ല. സോ ദ ആൻസർ ഈസ് എ. കണ്ടോ? അനീലിംഗ്, ഡീനാച്ചുറേഷൻ, അനീലിംഗ്, ആംപ്ലിഫിക്കേഷൻ, അതിനുശേഷം ട്രീറ്റ്മെന്റ് വിത്ത് ടാഗ് പോളിമറൈസ് എക്സ്റ്റൻഷൻ. ഓക്കെ, പഠിക്കില്ലേ? സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ല, പഠിക്കണം. കണ്ട 2024 ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ വന്നു മക്കളെ ഈ ഒരു പോർഷനിൽ നിന്ന്? നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഫുള്ള് 2024 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ? അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ മക്കളെ. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ നോട്ട് ക്ലോണിംഗ് വെക്ടർ? ഇതില് ക്ലോണിംഗ് വെക്ടറിന്റെ ഉദാഹരണം അല്ലാത്തത് ഏതാ നോക്കാം. ബാക്ക്, യാക്ക്, PBR322, പ്രോബ്. ഏതാ മക്കളെ? അറിയോ? പ്രോബാണ് കേട്ടാ. പ്രോബ് ഇല്ല. ബാക്കും യാക്കും PBR322 ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോണിംഗ് വെക്ടേഴ്സ്. പ്രോബ് അല്ല. ഓക്കെ, പ്രോബ് ഈസ് ദി റോങ് ആൻസർ. കണ്ട മക്കളെ, ഇത് 2023 വന്ന ക്വസ്റ്റ്യനാ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്ത് നിന്ന് വരിക. അല്ലാതെ ഡിഫൈൻ ജെൽ ഇലക്ട്രോഫോറോസിസ് അല്ലെങ്കിൽ ഡിഫൈൻ ദി സ്റ്റെപ്സ് ഓഫ് എന്താണ് മറ്റേത് എന്താ നമ്മുടെ PCR ടെക്നോളജി, വാട്ട് ആർ ദി ടെക്നിക്സ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും വരില്ല. നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കി ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ട് വരിക. സോ എല്ലാവരും നിർബന്ധമായിട്ട് ഈ ചാപ്റ്റർ വായിക്കുക. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് ചെയ്യില്ലേ?
കണ്ടോ മിസ് ക്വസ്റ്റ്യൻ കാണിച്ചത് മനസ്സിലായി മക്കളെ എങ്ങനെ ക്വസ്റ്റ്യൻ വരാന്ന്? യെസ് മിസ് മനസ്സിലായി. ചെയ്യണം കേട്ടോ നിങ്ങൾ എല്ലാവരും എന്തായാലും. ഓക്കെ, അപ്പൊ മിസ് ഇന്ന് നാളെ തന്നെ ഇതിന്റെ PDF ഷെയർ ചെയ്യാം കേട്ടോ. എല്ലാവരും വായിക്കുക, നന്നായി എക്സാം എഴുതണം. ഈ പോർഷൻ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ പോർഷനും നന്നായിട്ട് എക്സാം എഴുതണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മിസ് ക്ലിയർ ആയോ? മനസ്സിലായോ? നമ്മൾ എടുത്ത ടോപ്പിക്സ് സ്പീഡ് ഉണ്ടായിരുന്ന എനിക്കറിയാം, എന്നാലും നമ്മള് കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ക്ലിയർ ആയി മിസ്. ഓക്കെ, ഇപ്പോ 8 മണി ആയിട്ടുണ്ട്. നമുക്കപ്പോ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും താങ്ക് യു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എന്തായാലും എല്ലാവരും ഈ ചാപ്റ്റർ പഠിക്കാട്ട് ഇന്ന് തന്നെ അന്നന്ന് എടുക്കണത് അന്നന്ന് പഠിച്ച് പ്രോബ്ലംസ് ചെയ്ത് പോവാം. ഓക്കെ ഓക്കെ മിസ്. ഓക്കെ, താങ്ക് യു.